ഞാൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസം വചനം പറഞ്ഞാൽ മതിയെന്ന് തീരുമാനിച്ച് ഹാലേലുയ. പക്ഷേ ദൈവം സമ്മതിച്ചില്ല. ദൈവം 2 ദിവസത്തേക്ക് നിന്ന് വീണ്ടും നിങ്ങളുടെ മധ്യ രണ്ടാമത്തെ പ്രാവശ്യമാണ് 1-ാം തീയതി 11-ാം തീയതി. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ശുശ്രൂഷിച്ചത് നിങ്ങളെല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്ന് വിശ്വസിച്ച് ഉപവാസം എന്നാൽ എന്ത് ഉപവാസം, എന്തിനു വേണ്ടിയൊക്കെ എങ്ങനെയൊക്കെ ഉപവസിക്കാമെന്നായിരുന്നു. ഇന്ന് ഞാൻ അതുപോലെ സബ്ജക്റ്റോടെ വന്നിരിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതുകൊണ്ട് ഇത് പരിശുദ്ധാത്മാ ദൈവം ഹാലേലുയ. അപ്പോൾ അങ്ങ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളോട് കർത്താവെ, അപ്പോൾ ഇത് കേൾക്കുന്ന ഓരോരുത്തർ ഹൃദയത്തെ അങ്ങ് തുറക്കണം കർത്താവെ. അപ്പൊ അങ്ങനെ കർത്താവെ ഹാലി പ്രസൻസ് ഇല്ലാതെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ആ സ്തോത്രം സ്തോത്രം അടിയന്റെ വായോട് നാവോടുകൂടി ഇരിക്കണം. അപ്പൊ അങ്ങ് തന്ന സബ്ജക്റ്റ് ആണ്. പക്ഷെ അത് പറയുമ്പോൾ വീണ്ടും പോലെ പറയുവാൻ തക്കണം പരിശുദ്ധാത്മ ദൈവം തന്നെ നാവോട് കൂടി ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത് കേൾക്കുന്ന ഓരോരുത്തർക്കും കർത്താവെ, അപ്പൊ അത് അനുഗ്രഹമായി മാറണം അവരുടെ ജീവിതത്തിൽ കർത്താവെ. അപ്പൊ നമ്മൾ പലപ്പോഴും തിയറി നമുക്കറിയാം ഹാലിനെ, പക്ഷെ അത് പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ കൊണ്ടുവരണം എന്നറിയാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇത് ഇന്നത്തെ ദിവസം തന്നെ കർത്താവ് ഓരോരുത്തരുടെയും ലെവല് മാറുന്ന രീതി കർത്തെ ഇതിന് ഉപയോഗിക്കാൻ തക്കണ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി ഞങ്ങളുടെ പാതപിടുത്തങ്ങളിലേക്ക് താഴ്ത്തി ആദ്യം അങ്ങ് തന്നെ കർത്തെ പൂർണ്ണ കണ്ടുള്ള ഏറ്റെടുക്കണമേ എന്ന് അപ്പൊ അങ്ങ് പ്രാർത്ഥന യാചനം കേട്ടിരിക്കാൻ സ്തോത്രം. സകല ദേശക്കർത്താൻ അധികാരമുള്ള പൊന്നുനാഥി പിതാവ് ഞങ്ങളുടെ പാതവിടെ സമർപ്പിക്കുന്ന കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവി. ആമേൻ ആമേൻ ആമേൻ. ഞാൻ സംസാരിക്കാൻ വന്ന വിഷയം സാറാമസ്റ്റോപ്പണി പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞു, ഞങ്ങളുടെ അകത്തെ മനുഷ്യശക്തിയോടെ ബലപ്പെടുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒത്തിരി വചനം നമുക്കറിയാം. ഇന്നർ മാൻ ഔട്ടർ മാൻ, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനും പുറമേയുള്ള മനുഷ്യൻ. ഹാലേലുയ. ഇതാണെന്ന് സംസാരിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ വിശ്വാസികളിൽ ഒരു അകമേ ഒരു മനുഷ്യനും പുറമേ ഒരു മനുഷ്യനുമുണ്ട്. ഹാലേലുയ. നോർമലി അല്ലാത്ത ആൾക്കാർ അകമേയുള്ള മനുഷ്യൻ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആത്മ മനുഷ്യൻ എന്ന് വെച്ചാൽ എപ്പോഴാണ് നമ്മൾ വീണ്ടും ജനിക്കുമ്പോഴാണ് അത് വീണ്ടും ജീവൻ പ്രാപിക്കുന്നത്. അത് പുതുക്കം പ്രാപിക്കണം. ഓരോ ദിവസം കഴിയും തോറും അത് പുതുക്കം പ്രാപിച്ച് എന്താ പറയാ, നമ്മൾ ആ മനുഷ്യൻ കൂടുതൽ കരുത്താർജിക്കുമ്പോഴാണ് ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു വിശ്വാസി സക്സസ്ഫുൾ ആയി മുൻപോട്ട് പോകാൻ കഴിയുന്നത്. അപ്പൊ അകത്തെ മനുഷ്യൻ പുറത്ത് മനുഷ്യൻ ഇതിനെക്കുറിച്ച്. അപ്പൊ അകമേയുള്ള മനുഷ്യൻ എന്താ പറയാ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാ? ആത്മാവും ശരീരമായിട്ടാ. ജെനിസിസ് ചാപ്റ്റർ 1:27 വായിക്കാവോ? ഉൽപ്പത്തി പുസ്തകം 1:27 വാക്യം ഞാൻ വായിക്കാം അല്ലേ? എടുത്തോ? ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സിസ്റ്റർ വായിച്ചത്. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആമേൻ. സ്തോത്രം. ഇവിടെ അങ്ങനെ പറഞ്ഞ ആദ്യം പറയുന്ന, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അപ്പൊ സൃഷ്ടിച്ചത് ഹാലേലുയ. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ജെനസിസിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, യഹോവേ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യൻ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം മുതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഹാലേലൂയ. അവിടെ രണ്ടാമത് മനുഷ്യൻ നിർമ്മിച്ചെന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ ഒരു സ്പിരിച്വൽ ബോഡി, ഒരു ഫിസിക്കൽ ബോഡിയും ദൈവം സൃഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് 1-ാം അധ്യായം 27-ാം വാക്യത്തിനകത്ത് ഹീബ്രു വേർഡ് ബാറ എന്ന് ഉപയോഗിച്ചു. അതെന്ന് വെച്ചാൽ ടു ക്രിയേറ്റ് ഔട്ട് ഓഫ് നത്തിങ് എന്ന്, ഒന്നും ഇല്ലായ്മ, ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്ന പോലെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ദൈവം ഒരു വാക്കിനെ ഉളവാക്കി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പറഞ്ഞു തന്നെ സൃഷ്ടിച്ചതാണ്, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചത്. പക്ഷേ രണ്ടാമത് നമ്മൾ കാണുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് യാഡ്സർ എന്നാണ്. അത് എന്താ പറയുക, ഷേപ്പ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുശവൻ ഒരു കളിമണ്ണ് കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കുന്നത് പോലെ ഒരു കൈ കൊണ്ട് തന്നെ നിർമ്മിച്ചതാണത്. അത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ രണ്ടിടത്തും നടക്കുന്നത് ഒന്നൊരു സ്പിരിച്വൽ ആണെങ്കിൽ ഒന്ന് ഫിസിക്കൽ ആണ്. അപ്പൊ നമുക്ക് 2 ബോഡി ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഒന്ന് സ്പിരിച്വൽ ഒരു ബോഡിയും ഒരു ഫിസിക്കൽ ബോഡി. ഫിസിക്കൽ ബോഡി എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, നമുക്ക് ഈ ലോകത്തിൽ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഫോം ചെയ്താണ്. അത് എന്ന് പറയുന്ന പോലെ പൊടിയിൽ നിന്ന്, നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയ. ഈ ശരീരത്തിന് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, കാലക്രമേണ ഈ ശരീരം പ്രായം ചെല്ലുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് വരും. അത് നശിച്ചുകൊണ്ട് ഇരിക്കും. പക്ഷേ അകത്ത മനുഷ്യൻ അങ്ങനെയല്ല. നമ്മൾ വിശ്വാസികൾ ഉണ്ടാകേണ്ട അകത്ത മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയാ, ഓരോ ദിവസം കഴിയും തോറും കരുത്താർജിച്ച് മുൻപോട്ട് വരണം. എനിക്കിപ്പോഴും ഓർമ്മ, നമ്മൾ പണ്ട് ഒരിക്കൽ സാമ്പാസ്റ്റ് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് കേട്ടപ്പോൾ പറഞ്ഞ്, നമുക്ക്
ഒരു 2 പട്ടിക്കുട്ടി ഉണ്ടെന്നിരുന്നു എക്സാമ്പിൾ പറഞ്ഞതാ. ഒന്നൊരു വെളുത്തൊരു നല്ല ഒരു കുഞ്ഞൊരു പട്ടിക്കുട്ടി നമ്മുടെ കയ്യിൽ, ഒന്നൊരു വലിയ അതിൽ കറുത്തൊരു പട്ടിക്കുട്ടി. ഹാലയില്. അപ്പൊ നമ്മള് എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഒന്ന് കറുത്ത പട്ടിക്കുട്ടി നമ്മുടെ പുറമേ ഉള്ള മനുഷ്യനും അകത്ത് ആ കുഞ്ഞു പട്ടിക്കുട്ടി നമ്മുടെ അകമേ ഉള്ള മനുഷ്യനുമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ തിങ്കളാഴ്ച തുടങ്ങിയിട്ട് ഞാൻ ശനിയാഴ്ച വരെ ഈ പുറമേ ഉള്ള പട്ടിക്കുട്ടി കൊടുത്ത് 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 തീറ്റിക്കുക. അപ്പൊ അത് നല്ല അകത്തെയുള്ള മറ്റേ കുഞ്ഞു പട്ടിക്കുട്ടി എന്താ വെച്ചാൽ ഞായറാഴ്ച ദിവസം നമ്മൾ ചർച്ചിൽ കൊണ്ട് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ കുത്തിക്കയറ്റി കൊടുക്കുന്ന പോലെ ഹാലല്ലേ അങ്ങ് കൊടുക്കും. ഒറ്റ ദിവസം അങ്ങോട്ട് മാക്സിമം അങ്ങോട്ട് കൊടുക്കുക. അത് ഛർദ്ദിക്കുന്ന ഇത് സഹിതം കൊടുക്കും. പക്ഷേ തിങ്കളാഴ്ച ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ദിവസം മൊത്തം ആ പട്ടിക്കുട്ടി പട്ടിണി ഇടും. മനസ്സിലായില്ലേ? അപ്പൊ തിങ്കൾ തുടങ്ങി ശനി വരെ പട്ടിണി കിടക്കുന്നിട്ട് ഒരു ദിവസം കൊടുക്കുന്നത് പോലെയാണ് ഇന്ന് പല വിശ്വാസികളുടെ അകത്ത മനുഷ്യൻ. ആത്മാവിന് എന്തെങ്കിലും കിട്ടുന്നത് എന്താ പറയാ ഞായറാഴ്ച ഒരു ദിവസം ഹാലയില്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ പുറമേ ഉള്ള മനുഷ്യന് ഡെയിലി നമ്മൾ ഫുഡൊക്കെ കൊടുക്കണമെങ്കിൽ അകമേ ഉള്ള മനുഷ്യനും കൊടുക്കണം. അകമയുള്ള മനുഷ്യന് ഓരോ ദിവസം കഴിയുന്തോറും ശക്തി പ്രാപിക്കണമെങ്കിൽ ഫുഡ് കിട്ടണം, ഭക്ഷണം കിട്ടണം. അല്ലേ? വേണ്ടേ? വേണം. അകമയുള്ള മനുഷ്യന് ഭക്ഷണം എന്താ? ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വചനം എപ്പോഴെങ്കിലും വല്ലപ്പോഴും എടുത്തൊന്ന് വായിക്കാനൊക്കെ ഉള്ളല്ലോ. വചനം എല്ലാ ദിവസവും നമുക്ക് വേണം. അകമയുള്ള മനുഷ്യന്റെ ഫുഡ് അതൊക്കെ തന്നെയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ശക്തി പ്രാപിക്കണം. നമ്മളോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മൾ പറയും ഹല്ലേലൂയ. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും പൗലോസ് അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ശക്തി പ്രാപിക്കണം. ഇതിനകത്ത് പുറമേയുള്ള മനുഷ്യനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ അത് അകമയുള്ള മനുഷ്യൻ നമുക്ക് കാണാൻ കഴിയത്തില്ല, നോട്ട് വിസിബിൾ ആണ്. പക്ഷേ പുറമേയുള്ള മനുഷ്യൻ നമുക്ക് കാണാൻ പറ്റും. പുറമേയുള്ള മനുഷ്യൻ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? 5 ഇന്ദ്രിയങ്ങളാലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അകമേയുള്ള മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നറിയാ? പരിശുദ്ധാത്മന്റെ ഗൈഡൻസ് പ്രവർത്തിക്കണം. ഹാലയില്ല. അകമേയുള്ള മനുഷ്യൻ എന്റെ നെറ്റ്വർക്കാണോ പ്രശ്നം? ഹാലയില്ല, ഹാങ്ങാകുന്നുള്ളത്. ഓക്കെ. അകമേയുള്ള മനുഷ്യൻ എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലാണ് അത് മൂവ് ചെയ്യുന്നതെങ്കിൽ പുറമേയുള്ള മനുഷ്യൻ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന, കേൾക്കുന്ന, തൊടുന്ന് അങ്ങനെ ഇതിന്റെ അകത്തൂടെ വർക്ക് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ എതിന് അനുസരിക്കുന്നു എന്നുള്ള വലിയൊരു ഇമ്പോർട്ടൻ്റ്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഉണ്ട്. പുറമെ അത് എങ്ങനെ പ്രവർത്തിക്കുന്നുള്ള ഇമ്പോർട്ടൻ്റ്. ഇനി നമ്മുടെ ശരീരത്തിൽ നമ്മളെന്ന മനുഷ്യരിൽ എന്തൊക്കെയുണ്ട്? ദൈവം എങ്ങനെ സൃഷ്ടിച്ചേക്കുന്നത്? ദേഹം, ദേഹി, ആത്മാവ്. ഹല്ലേലൂയ. അല്ലേ? ദേഹം, ദേഹി, ആത്മാവ്. അത് നമ്മൾ വിശ്വാസം നമ്മൾ തിരിച്ചു പറയാൻ തുടങ്ങുന്നത് ആത്മാവ്, ദേഹി, ദേഹം എന്ന് വെച്ചാൽ ഓർഡർ തിരിഞ്ഞു വരണം. അതുവരെ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ശരീരം പറയും, അല്ലെങ്കിൽ ശരീരത്തിന് ഇഷ്ടം വരും, മനസ്സിനെ കൂട്ടുപിടിക്കും, അത് പ്രവർത്തിക്കും. ഹാലേലിയ. അപ്പൊ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന നമ്മളെ ആ ഇച്ഛയ്ക്കനുസരിച്ച് വിടാതെ വണ്ണം നമ്മൾ എന്തിനാ ആത്മാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കാൻ പഠിക്കണം. ആത്മാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കാൻ പഠിക്കണം. ഇതാണ് നമ്മുടെ ട്രെയിനിങ്. നമ്മുടെ ഒരിടത്ത് ഞാൻ കണ്ടൊരു കോട്ട് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മള് ഇന്നർ മാനെ കുറിച്ച് ഔട്ടർ മാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആത്മാവുള്ള ശരീരങ്ങളല്ല. എന്താ പറയാ, ഇത് ആത്മാവിന്റെ എന്ത് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനുഷ്യന് വരിക്കുന്നത് സ്തോത്രം സ്തോത്രം. ധാരാളത്തെ ഒരു വചനം വായിക്കാവോ? ഒന്ന് 2 കൊരിന്ത്യർ 4:16 വായിക്കാവോ? പറഞ്ഞു. 2 കൊരിന്ത്യർ chapter 4 verse 16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇത് നമ്മള് എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമാണ്. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാൽ ചിലപ്പോൾ രോഗം വരുമായിരിക്കും നമ്മുടെ പുറമേയുള്ള മനുഷ്യരിൽ. ചിലപ്പോൾ നമ്മുടെ മറ്റെന്തെങ്കിലും ബലഹീനം നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ. പക്ഷേ അത് ക്ഷയിച്ചുകൊണ്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകുമായിരിക്കും. ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അല്ലേ, നല്ല ക്ഷീണവും ബുദ്ധിമുട്ടും പ്രയാസം. പക്ഷേ ഈ ക്ഷീണമുള്ളപ്പോഴും നമ്മൾ നല്ല ശക്തിയോടെ നടക്കുക. എന്താ പറയുന്നത്? നമ്മുടെ അകത്തെ ഉള്ള മനുഷ്യൻ എന്ത് ചെയ്താൽ നാൾക്ക് നാൾ പുഷ്ടി പ്രാപിക്കുക. അതുകൊണ്ട് പൗലോസിന്റെ ശരീരം നോക്കിയ പൗലോസിന് നമുക്കറിയാം എത്ര അടി
ഒന്നൊഴിയാ 40 അടി എത്ര പ്രാവശ്യം 5 പ്രാവശ്യം കൊണ്ട് ഹാലില്ല അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഹാലില്ല ആമേ എന്താ പറയുക മുറിവില്ലാത്ത ഭാഗം ഇല്ലെന്ന് തന്നെയാ പറയുന്നത്. അപ്പൊ അത്രത്തോളം ഹാലേലിയ ബലഹീനനായിരുന്നിട്ടും ചിലർ പറയുന്നത് മുടന്തുണ്ടായിരുന്നു, ചിലർ പറയുന്നത് കാഴ്ചക്കുറവുണ്ടായിരുന്നു പറയുന്നുണ്ട്. ഹാലിയ ഭയങ്കര മെലിഞ്ഞൊരു ശരീരമായിരുന്നു പറയുന്നുണ്ട്. അപ്പൊ ശരീരത്തിൽ മൊത്തം മുറിവുകളായിരുന്നു പറയുന്നത്. ഇതെല്ലാം വടി കൊണ്ടുള്ള അടി, കോൽ കൊണ്ടുള്ള കല്ലേറി ഇതെല്ലാം ഏറ്റിട്ടും മൃഗങ്ങളാൽ ലാഭത്തിൽ ഇതൊക്കെ ഏറ്റിട്ടും അദ്ദേഹത്തിന് ഭയങ്കര കരുത്തനാണ്. എന്താ കാര്യം? നമ്മളാണെങ്കിലോ ഒരു പനി വന്നാൽ പിന്നെ ചർച്ചിൽ പോകത്തില്ല. കാരണം എന്താ? പനിയാ. ഹല്ലേലൂയ. അല്ലെങ്കിൽ സുഖമില്ല. പക്ഷേല് അദ്ദേഹം പറയാണ് അത് പുറമേയുള്ള മനുഷ്യൻ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ അകമേയുള്ള മനുഷ്യൻ എന്താ നാൾക്ക് നാൾ ശക്തി പ്രാപിച്ചു വരും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് മൂന്നതായിട്ട് ദൈവം ദേഹം ദേഹി ആത്മാവായിട്ട് സൃഷ്ടിച്ചത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കറിയാം. ഞാൻ പണ്ടൊരിക്കലും എബ്രായ ലേഖനത്തിലെ ആ ഒരു വാക്യം എടുത്ത് ശുശ്രൂഷ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ പുറമേ ഉള്ള മനുഷ്യനും മനസ്സും ചേരുമ്പോഴാണ് നമ്മൾ ജഡം എന്ന് പറയുന്നത്. ഹാലേലിയ. നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ വരുന്നത് എവിടെയാ? ഹാലേലിയ. നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിലാണല്ലേ? അല്ലേ? നമുക്കിപ്പം ബാക്കിയൊക്കെ ഉണ്ട് വേണ്ട തെളിയിക്കാനായിട്ട്. ഹാലേലിയ. ഭക്ഷണത്തോളം ആ ആഗ്രഹമൊക്കെ നമുക്ക് ഹൃദയത്തിലാണ് സകല ആഗ്രഹങ്ങളും വരുന്നത്. ഹാലേലിയ. ഈ ആഗ്രഹങ്ങളെ ഹൃദയത്തിന് നേരിട്ട് പോയി നിവൃത്തീകരിക്കാൻ പറ്റില്ല, മനസ്സിന് നേരിട്ട് പോയി നിവൃത്തീകരിക്കാൻ പറ്റത്തില്ല. മനസ്സെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഇച്ഛകളെ ശരീരത്തിന്റെ ഹാലേലിയ അവയവങ്ങളിലേക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ അതിലേക്ക് പാസ് ചെയ്യും. അപ്പം എന്താ പറയാ, നമ്മൾ അപ്പൊ തലച്ചോറിലത്തെ കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ ഹാലേലിയ ആഗ്രഹം വരത്തില്ല. ആഗ്രഹം വരുന്നത് ഇത് ബ്രെയിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആഗ്രഹം തോന്നുന്നു നമ്മുടെ മനസ്സിലേക്ക് എത്തുമ്പോഴാണ്. ഈ മനസ്സും ശരീരം കൂടെ കൂട്ടുപിടിക്കുമ്പോൾ എന്താ പറയാ, അതൊരു പ്രവൃത്തിയിലേക്ക് വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹാലേലിയ. അതുപോലെ തന്നെ ഹാലേലിയ ആത്മാവും മനസ്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വരുന്ന പ്രവൃത്തി എന്ന് ആത്മാവ് പറയുന്നതാണ് മനസ്സ് കേൾക്കുന്നതെങ്കിൽ ശരീരം പറയുന്നത് മനസ്സ് കേൾക്കുകയും ആത്മാവ് പറയുന്നത് മനസ്സ് കേൾക്കുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചാൽ മനസ്സ്. അതുകൊണ്ട് റോമാലേഖനം 12 അധ്യായം 1-2 വാക്യം ഒന്ന് വായിക്കാവോ? റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഏർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇങ്ങനെ രൂപാന്തരപ്പെടാനാ പറഞ്ഞേ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ മനസ്സിനാണ് പുതുക്കം പ്രാപിക്കേണ്ടത്. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്ന് ഹല്ലേലൂയ നമ്മൾ തിരിച്ചറിവിലേക്ക് മനസ്സിനെ കൊണ്ടുവരും. മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ പറയാറില്ലേ, എന്തെങ്കിലുമൊക്കെ ഇഷ്ടമൊക്കെ തോന്നിയാൽ നമ്മൾ അതിനെ അടക്കി എന്താ ഹാലില്ല അങ്ങനെ കൺട്രോളെ. ഉപവാസത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ യേശു കർത്താവിനെ കുറിച്ച് പഠിക്കുക. യേശു കർത്താവ് 40 ദിവസം 40 രാവും 40 ഉപവസിച്ച് പുറത്തേക്ക് തന്നെ യേശു കർത്താവിന് വിശന്നു അവിടെ എഴുതിക്കുന്നത്. പക്ഷെ ആ വിശപ്പിനെ അടക്കി. ഹാലേലിയ. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അപ്പൊ വിശപ്പിനെ അടക്കി, അത് അപ്പം കൊണ്ട് മാത്രം. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പലതും വരും, പല വിശപ്പുകളും വരും നമുക്ക്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ ആ മനസ്സത് പറയുമ്പോൾ നമ്മൾ അതിനെ അടക്കും. അതെങ്ങനെ അടക്കുന്നത്? നമ്മുടെ ആത്മാവിന്റെ കൺട്രോളിൽ അടക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹാലേലിയ നമ്മുടെ ആത്മാവിനെ ടീച്ച് ചെയ്യും. എന്താ ടീച്ച് ചെയ്യുന്നത്? ഇത് പാടില്ല, അത് പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല. ഞാൻ എപ്പോഴും പറയാറില്ല, എക്സാമ്പിൾ തന്നെ ഞാൻ എപ്പോഴും പറയാം. ഒരാൾക്ക് കള്ള് കുടിക്കണമെന്ന് ആഗ്രഹം തോന്നി വീട്ടിൽ നിന്ന് അയാൾക്ക് കള്ള് കുടിക്കാൻ പറ്റുമോ? ഇല്ല. അയാള് ആ ശരീരത്തെ കൂട്ടുപിടിച്ച് അത് കിട്ടുന്ന സ്ഥലത്ത് പോയി വാങ്ങിച്ച് അത് കുടിക്കണം. അപ്പൊ എങ്ങനെയാ അത് പ്രവൃത്തിയിലേക്ക് വന്നത്? മനസ്സും ശരീരവും കൂടെ ചേർന്നപ്പോൾ ഹല്ലേലൂയ. പക്ഷേ എങ്കിൽ എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ നമ്മുടെ വചനം ഇരുവായത്തുള്ള വാളാണ്. അത് ഏത് വാളിനേക്കാളും മൂർച്ചയേത്, പ്രാണനെ ആത്മാവിനെ മജ്ജകളെ വരെ വേർപെടുവിക്കുന്ന തുളച്ചു കയറി ചെല്ലുന്നതും നമ്മളെ ചിന്തകളെ പാവങ്ങളെ വിവേചിക്കുന്നതുമാണ്. അപ്പൊ നമ്മുടെ ചിന്തകളും പാവങ്ങളും വിവേചിക്കുമ്പോൾ എന്താ ഈ വചനം ചെയ്യുന്നത് ചോദിച്ചാൽ, വചനം ഈ ഇച്ഛയ്ക്കും ഇച്ഛയും നമ്മുടെ ശരീരം കൂടെ ചേർന്നിടത്തേക്ക് കയറും, ഇതിന്റെ ഇടയിലേക്ക് കയറും. നമ്മളുടെ ആഗ്രഹം വന്നു, ആഗ്രഹവും നമ്മുടെ ശരീരം കൂടെ ചേരുമ്പോൾ ഇത് പ്രവൃത്തിയിലേക്ക് വരും. പക്ഷെ ഇതിനിടയിലേക്ക് ഈ വചനം കയറും. അപ്പൊ ഇതിനെ രണ്ടിനും കൂടെ വേർപെടുവിക്കുക. അപ്പൊ വേർപെടുവിക്കുമ്പോ എന്താ വെച്ചാൽ രണ്ടും രണ്ടായി നിന്നാ ചെയ്യാൻ പറ്റുമോ?
ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട്. ഇത് ക്ലിയർ ആകണം നിങ്ങൾക്ക്. ഹാലയിലൂയ. എന്നാൽ മാത്രമേ ഇതിലേക്ക് അത് ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ വേർപെടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളുടെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ ഹാലയിലൂയ, നമ്മൾ പാപം ചെയ്യാനുള്ള ആഗ്രഹം നമ്മളിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ വചനം ഇതിനെ കട്ട് ചെയ്യും. ഇതൊരു പ്രവൃത്തിയിലേക്ക് എത്തിക്കത്തില്ല. അറിയില്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ പ്രവൃത്തിയിലേക്ക് എത്തും. നമുക്ക് വചനം നമ്മുടെ ഉള്ളിലില്ല, അതുകൊണ്ട് നമ്മൾ എന്താ ഇതിനകത്തേക്ക് വീണു പോകും പലപ്പോഴും. ഹാലയിലൂയ. വീണു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ തിരിച്ചു കയറി വരണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പൊ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തനല്ലെങ്കിൽ ഈസി ആയിട്ട് നമ്മളെ വീഴിക്കാൻ പിശാചിന് പറ്റും. അല്ല അവൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ട് കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മളത് കേട്ടിട്ട് ഹാലയിൽ എന്താ പറയാ, അതിന് പിന്നാലെ പോകാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ ആരെന്തൊക്കെ കാണിച്ചാൽ, എന്ത് പ്രലോഭനം വന്നാലും നമ്മൾ അവിടെ തന്നെ നിൽക്കും. ഹാലയിലൂയ. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ക്രിസ്തീയ ജീവിതം ഹാലയിലൂയ നമ്മൾ സക്സസ്ഫുള്ളി മുൻപോട്ട് പോകണമെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിക്കുന്ന നമ്മുടെ ഹാലയിലൂയ മനസ്സിനെ നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, നിങ്ങൾ എന്താ പറയുക, ഇവിടെ പറഞ്ഞ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. അപ്പൊ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാനാ പറയാൻ. അത് സമർപ്പിക്കണേ എന്ത് പറയുന്നത്? അത് പറയും, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതൊന്ന് തിരിച്ചറിയേണ്ട മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പൊ ദൈവത്തിന്റെ ഹിതം ഇന്നതാണെന്ന് അറിയണേ നമ്മുടെ മനസ്സിന് പുതുക്കം വരണം. മനസ്സ് പഴയ മനസ്സായിട്ടിരിക്കല്. ആ മനസ്സിനെയാണ് നമ്മൾ ടീച്ച് ചെയ്യുന്നത്, മനസ്സിനെയാണ് നമ്മൾ പുതുക്കുന്നത്. നമുക്ക് പണ്ടുണ്ടാകുന്ന ഇഷ്ടങ്ങളൊക്കെ ഇപ്പൊ മാറി മാറി വരത്തില്ലേ വിശ്വാസം വന്നപ്പോഴത്തേനും. പണ്ട് തിയേറ്ററിൽ ഇപ്പോൾ സിനിമ കാണാനൊക്കെ ഇഷ്ടമായിരുന്നു, പാർട്ടിക്ക് പോകാൻ ഇഷ്ടമായിരുന്നു, എന്താ എപ്പോഴും വേറെ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ പോകാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ ആ ഇഷ്ടങ്ങളൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനൊരു പുതുക്കം പ്രാപിക്കുക. അപ്പൊ നമുക്ക് അതിനോട് ലോകമോഹങ്ങളോടും ലോകത്തോടുള്ള ഇമ്പം അതിന്റെ ഇഷ്ടം ആഗ്രഹം നമ്മളിൽ നിന്ന് കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിനെ ടീച്ച് ചെയ്യുക, ഇതല്ല നല്ലത്, അതല്ല നല്ലത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഒരു ചെറിയതായിട്ട് എഴുതി വെച്ച് മനസ്സ് ഇതിനകത്ത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം അല്ലെങ്കിൽ ഇച്ഛ എന്ന് പറയുന്ന സാധനം ശരീരം കൂടെ ചേരുമ്പോഴാണ് ജഡമാകുന്നത്. അപ്പൊ ഈ ജഡം പുറമേ ഉള്ള മനുഷ്യന്റെ വാഴ്ചയെ കാണിക്കുന്നു. അതേകാലത്ത് മനസ്സ് ആത്മാവിന് കീഴടങ്ങി നിൽക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ മനസ്സും ആത്മാവും കൂടെ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അകമേ ഉള്ള മനുഷ്യന്റെ വാഴ്ചയെ കാണുക. അപ്പൊ നമ്മൾ ഏത് മനുഷ്യൻ വാഴണമെന്ന് തീരുമാനിക്കുന്നത് ഇതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലേക്ക് വരുന്ന ആഗ്രഹങ്ങളെല്ലാം നമ്മൾ നിവർത്തിക്കാനായിട്ട് പോകരുത്. ചിലപ്പോൾ ഫാസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും നമ്മൾ, പക്ഷെ നല്ല ഭക്ഷണത്തിന്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയും, നല്ല മണം, ഇത് കേട്ടിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, സ്മെല്ല് ശ്വസിച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ ഉള്ളിൽ അപ്പൊ പറയണം, ഇതല്ല നമുക്ക് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലെ സകല വചനത്താലും ജീവിക്കാൻ പറ്റും, അതുകൊണ്ട് ഇതിപ്പം നമുക്ക് വേണ്ട എന്ന് ആര് പറഞ്ഞോട്ടെ? നമ്മുടെ ആത്മാവ് മനസ്സിനോട് പറയും. അപ്പൊ എന്താ? ശരീരം അവിടെ അടങ്ങിയിരിക്കും. അപ്പൊ ശരീരത്തോട് പറയും, ശരീരത്തിന് ഇത് ഡയറക്ഷൻ, മനസ്സിന്റെ ഡയറക്ഷൻ ചെന്നാൽ ശരീരം പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് മനസ്സിനെ ആത്മാവ് അടക്കുക ചെയ്യുന്നത്. ഈ നമ്മുടെ ആത്മാവിനെ ആരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ട്? പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ പഠിപ്പിച്ച് നമ്മുടെ ശരീരത്തെ, മനസ്സിനെ അതിനെ കീഴടക്കി നമ്മുടെ ശരീരത്തിനെ അനുസരിപ്പിക്കുന്ന ഉപവാസത്തിന്റെ ഒരു പ്രത്യേകത അത് കേട്ടോ. കാരണം നമ്മുടെ ഉപവാസം എന്തിനാ നമ്മൾ ഉപവസിക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ജഡത്തെ മെരുക്കാൻ വേണ്ടി നമ്മൾ ഉപവസിക്കും. ജഡത്തെ അനുസരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഉപവസിക്കാൻ പറ്റും. ഉപവസിച്ചു കഴിഞ്ഞാൽ ജഡത്തിനെ മെരുക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സിങ്. നമ്മൾ അതുപോലെ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പം മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ഇപ്പൊ എനിക്ക് പറ്റത്തില്ല, നേരത്തെ ഒത്തിരി, പക്ഷെ ഇപ്പം കുറച്ചൊക്കെ ഇരിക്കാണ്. മുട്ടുമേലിരിക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ ശരീരം എന്ത് പറയും? വേദനിക്കുന്നു താഴെ ഇരിക്കും എന്ന് പറയും അല്ലേ? പക്ഷെ നമ്മൾ എന്താ പറയും? ഇല്ല, എന്താ നീ ശീലിക്കണം, മുട്ടുമേലിരിക്കാൻ ശീലിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ശീലിപ്പിക്കും. ആദ്യമൊക്കെ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ എന്താ പറയാ, വിശക്കുന്നു, ക്ഷീണം, ദാഹം, ഇതെല്ലാം നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യും? അതിനെ കേൾക്കാതെ ആത്മാവിനാൽ ഇതിനെ മെരുക്കാൻ ശ്രമിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജഡത്തെ മെരുക്കാൻ ശ്രമിക്കുന്ന അതേ പ്രോസസ്സിങ് തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ മെരുക്കുന്നത്? മനസ്സിനെയാണ് മെരുക്കുന്നത്. ആ മനസ്സിനെ നമ്മൾ മെരുക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എഫെസ്യർ ലേഖനം 3:16 വായിക്കാം സിസ്റ്റർ.
Ephesians chapter 3 verse 16. കേൾക്കുന്നില്ലേ? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അല്ല, അപ്പൊ നമ്മുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ആരുടെ ആത്മാവിനാൽ എന്ന് വെച്ചാൽ അവന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഹാലലിയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട്, ഹാലലിയ, നമ്മുടെ ആത്മാവിനെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്താ പറയുക, നമ്മുടെ അകത്ത മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണം. അങ്ങനെ അപ്പൊ അകത്ത മനുഷ്യ ശക്തിയോട് ബലപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കും? പാറമേല് അടിസ്ഥാനമിട്ട വീട് പോലും. ഈ അടിസ്ഥാനം ആരെങ്കിലും കാണുന്നുണ്ടോ? നമ്മുടെ വീടിന്റെ ഒക്കെ ഫൗണ്ടേഷൻ ആർക്കെങ്കിലും കാണാവോ? ഇല്ല. പക്ഷെ അതിന് മേലോട്ട് പണിഞ്ഞേക്കുന്ന കാണാൻ പറ്റല്ലേ? ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. എവിടെയെങ്കിലും ഫൗണ്ടേഷൻ ഇടിച്ചു കൊണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ അല്ലെ, നമ്മുടെ അകത്ത് മനുഷ്യൻ ആരും കാണുന്നില്ല. അകത്ത് മനുഷ്യൻ എത്ര ശക്തരാണെന്നുള്ളത് ഹാലേലിയ നമ്മുടെ ക്രിസ്തീയ ജീവിതം കണ്ടാൽ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കാലത്ത് പലപ്പോഴും ചെറിയ എത്ര വലിയ വിശ്വാസികളെന്ന് പോട്ടെ, ശുശ്രൂഷകരാണെങ്കിൽ പോലും ചെറിയൊരു വിഷയം വരുമ്പോഴത്തേന് അവർ ഭയങ്കര മൂഡ് ഓഫ് ആയി, തളർന്ന്, പാനിക്കായി, ടെൻഷനായി ഒക്കെ ഇരിക്കുന്ന കാണാം. എന്താ കാര്യം? എവിടെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വചനമൊക്കെ? ഹല്ലേലൂയ. എന്തുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോഴും നമ്മൾ ആത്മാവിന്റെ കൺട്രോളിൽ അല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ ജഡത്തിന്റെ കൺട്രോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ജഡ്ഡികമായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു വിഷയം വരുമ്പോഴത്തേനും നമ്മൾ ആകെപ്പാട് ആടി ഉലയുന്നത് പോലെ തോന്നുന്നത്. അതിന് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് യാക്കോബ് വേറെ രീതിയിൽ പറഞ്ഞിട്ട് ഇരുമനസ്സുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരുമനസ് എന്താ? ആത്മാവിന്റെ കൂടെ നിൽക്കണോ, ജഡത്തിന്റെ കൂടെ നിൽക്കണോ? അത് പറയാം ഇരുമനസ് അല്ലേ. കാരണം ഇരുമനസ്സുള്ളവർ സകലത്തിലും അസ്ഥിര. അപ്പൊ അവർക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. കാരണം ദൈവത്തെ ഇഷ്ടമില്ലാത്ത സ്വഭാവം അത്. അങ്ങോട്ട് ചാടണം, ഇങ്ങോട്ട് ചാടണം, ആ വെള്ളത്തിൽ ചവിട്ടണം, ഈ വെള്ളത്തിൽ ചവിട്ടണം. അങ്ങനെയല്ല. നമ്മൾ എവിടെ ആയിരിക്കണം? നമ്മുടെ മനസ്സ് എപ്പോഴും ഏകാഗ്രമായിരിക്കണം. എവിടെയാ? നമ്മുടെ ക്രിസ്തുവിൽ ഏകാഗ്രമായിരിക്കണം. മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നമ്മളിരിക്കുന്ന അതിൽ നമ്മൾ ഏകാഗ്രരായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റുന്ന, ലോകത്തോട്ട് പോകണോ, അങ്ങോട്ടോണോ ഇങ്ങോട്ടോണോ എന്നൊക്കെ തോന്നും. പലപ്പോഴും നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടൊന്നും അല്ല, വാഴ്ചകളോടൊന്നും അധികാരങ്ങളോടൊന്നും അല്ല. ശരിക്കും ആദ്യം പോരാടുന്നത് എന്താ വെച്ചാൽ നമ്മൾ പോരാട്ടം നമ്മളോട് തന്നെയാണ്. റോമാലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്താ പറയാ, ആത്മാവിന്റെ പ്രമാണം ജഡത്തിന് വിരോധവും. അത് ആ വാക്യം ഒന്ന് വായിക്കാം സിസ്റ്റർ. 8-ാമത്തെ റോമൻസ് 8:9 എനിക്ക് തോന്നുന്നു. സ്തോത്രം. എല്ലാ റെഫറൻസും ഞാൻ എഴുതിയിട്ടില്ല. റോമൻസ് 8-ാം അധ്യായത്തിലാണല്ലേ? അല്ല 6, റോമൻസ് 8:6-7. ഓക്കെ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിക്കുന്നില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ. ഇവിടെ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ഹല്ലേലൂയ. അവിടെ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്ത അവനുള്ളവനല്ല. എന്ന് പറയുന്ന പോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു എങ്കിൽ, വസിക്കുന്നില്ലേ? ഇരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ ആത്മാവിലല്ലാതെ ആർക്കും യേശു കർത്താവെന്ന് പറയാൻ പറ്റുകയില്ല. ഹാലേലിയ. അപ്പൊ അങ്ങനെ നിങ്ങൾ യേശു കർത്താവെന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ സ്നാനപ്പെടും, നിങ്ങളിൽ ആത്മാവില്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവം ഉള്ളവർ. ജഡത്തിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാ? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഒന്ന് വായിക്കാവോ? ജഡത്തിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാന്ന്? 19-20 വാക്യം, 21.
ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്ക് ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞത് ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ട. അപ്പം നമ്മൾ വായിച്ച വാക്യം എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മാസ്വഭാവം. അപ്പൊ ജഡത്തിന്റെ സ്വഭാവങ്ങൾ ഏതെങ്കിലും നമ്മൾ നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ ഈ ആത്മാവിനെ വെച്ചുകൊണ്ട് ഹാലയില്ല, നമ്മൾ ഈ ജഡത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചല്ല നടക്കേണ്ടുന്നത്. ഇപ്പൊ നമ്മൾ ഇത് ഏതെങ്കിലും ഇരിക്കുന്നെങ്കിൽ, അല്ലെ ഞങ്ങളാരും അങ്ങനൊന്നും പോകത്തില്ല സിസ്റ്റർ, ഇതൊന്നും ഇല്ല. പക്ഷേ അസുഖമില്ലാത്ത മനുഷ്യരുണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സ്വല്പം അസൂയം കുശുമ്പൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുമല്ലോ, കുഞ്ഞായ്മയൊക്കെ വരാതിരിക്കുക ഇല്ല. വരും. പക്ഷേ അങ്ങനെ ഉള്ളവർ എന്താ ജഡസ്വഭാവത്തിൽ ജീവിക്കുന്നു തന്നെ പറഞ്ഞു. അപ്പം ജഡസ്വഭാവം ഉള്ളവർ ആമീൻ അങ്ങനെ ആയിരിക്കും. നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു എങ്കിൽ, നേരത്തെ അന്ന് ബിനുപ്രദ ശുശ്രൂഷയെ പറഞ്ഞ ഒരു വാക്ക് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ വചനത്തെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആത്മാവ് ഞരങ്ങിക്കൊണ്ട് ദുഃഖിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കാനില്ല. നമ്മുടെ ജീവിതത്തെ അങ്ങനെ വരും. വന്നില്ല എന്ന് എനിക്ക് സാറാ മാസ്റ്ററൊക്കെ നല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത്. അപ്പം ഇത് വരുമ്പോ എന്ത് ചെയ്യാൻ പറയാ, ഇതന്നെ ഇരിക്കുന്നത് ശരിയല്ല. പണ്ടൊക്കെ ആരെങ്കിലും നല്ലൊരു കാര്യം സാറിനൊക്കെ നമുക്ക് ആദ്യം അസൂയായിരിക്കും, അല്ലെങ്കിൽ ഇവൻ എന്തിനു പറയുന്നത് ഒരു നല്ലതുപോലെ ആരെങ്കിലും നല്ല അന്യഭാഷയൊക്കെ പറയും, അവരിൽ കൃപാവരങ്ങളൊക്കെ വെളിപ്പെടുത്തി ദൈവമേ കർത്താവ് എനിക്കെന്താ തരാത്തത് എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഇച്ചിരി അസൂയയോടെ കൂടെയൊക്കെ നോക്കിക്കൊണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇരിക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പയ്യെ പയ്യെ ഇതിനെയൊക്കെ ഇങ്ങനെ പുറത്താക്കാൻ ശ്രമിക്കും. അതെങ്ങനെയായിരിക്കും കൂടുതലും പുറത്തുനിന്ന് വെച്ചാൽ ഉപവാസത്താലും പ്രാർത്ഥനയിലൊക്കെ തന്നെ ഇത് പുറത്തു പോകുന്നത്. കാരണം നമ്മളൊരിക്കലും ഞാൻ കോപം മാറാനൊക്കെ ഒത്തിരി പോസിറ്റീവുകളാണ്, പക്ഷെ ഇന്നും കോപം അത്രക്കിട്ടും മാറിയിട്ടില്ല. നീ അത് ഇരിപ്പുണ്ട്. അത് കോപം ആരുടെ സ്വഭാവമാ? ജഡത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഇങ്ങനെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ഇതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ വേണ്ട വണ്ണം പുറത്തു വരാൻ പറ്റാതിരിക്കും. നമ്മൾ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഞങ്ങൾ 10 വർഷമായി, ഞങ്ങൾ 15 വർഷമായി, ഞങ്ങൾ 20 വർഷമായി, പക്ഷേ ആഗ്രഹിക്കുന്ന പോലൊന്നും വളരാൻ പറ്റുന്നില്ല. പലരുടെയും പ്രശ്നം ഇതാണ്. ആഗ്രഹിക്കുന്ന പോലെ വളരാൻ പറ്റും. നമുക്ക് ആഗ്രഹമുണ്ട്, ഒരുപാട് നമ്മളെക്കുറിച്ച് വാക്തത്വങ്ങളുണ്ട്, പക്ഷെ അത് പ്രാപിക്കാൻ പറ്റുന്നില്ല, അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നും നമ്മൾ എവിടെയൊക്കെയോ എന്താ പറയാ, നമ്മുടെ മനസ്സ് മാത്രമേ നമ്മുടെ ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ട് പുതുക്കം പ്രാപിച്ചുള്ളൂ. പക്ഷെ ഈ ആത്മാവിലൂടെ നമ്മൾ ജഡത്തിനെ അതുപോലെ രൂപാന്തരപ്പെടുത്തി എടുക്കണം. അത് നമ്മുടെ ഒരു പ്രോസസ്സിംഗ് ആണ്. ഈ പ്രോസസ്സിംഗ് നമ്മൾ ഡെയിലി ലൈഫിൽ നടന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ വരുമ്പോഴെല്ലാവരും വിശുദ്ധരാണെന്ന് വെച്ചാൽ ഒന്നുമല്ല. ശരീരം പഴയത് തന്നെ ഇരിക്കുന്നത് അല്ലേ? സിസ്റ്റർ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് പുതിയ ശരീരം കിട്ടിയോ? പഴയ ശരീരം തന്നെ. പക്ഷെ നമ്മുടെ ശരീരത്തെ എന്താ പറയാ, നമ്മൾ ഓരോ ദിവസം പറഞ്ഞു പഠിപ്പിക്കണം, ഇത് മരിച്ചതാ, ഇത് ക്രിസ്തുവിനോടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഹാലേലിയ. അപ്പൊ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്തെ, എന്നിൽ ക്രിസ്തുവത്തെ ജീവിക്കും. ഇത് പറഞ്ഞ് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യണം. ഞാൻ അന്നൊരു ഇതുപോലെ ഒരു ദേവദാസന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. എന്ത് ഒരിക്കൽ ഒരു കുടുംബം ആ ചർച്ചിൽ നിന്നിട്ട്, ചർച്ചിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, അവരവിടെ നിന്ന് പുറത്തു പോയിട്ട് പുറത്ത് ചെന്നിട്ട് ഒരു ദേവദാസൻ, ഇവരെ മെൻറ്റർ ചെയ്യുന്ന ദേവദാസൻ അടുക്കിലേക്ക് ചെന്നിരുന്നിട്ട് ഇപ്പോൾ അവർ ഭയങ്കര കംപ്ലൈന്റ്, ഹസ്ബൻഡും വൈഫും മാറി 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 പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങളോട് അവരങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അത് പ്രവർത്തി ഇത് പറഞ്ഞ് മറ്റേ മറിച്ചാന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഒന്നും മിണ്ടുന്നില്ല. പുള്ളി ഇതൊക്കെ കേട്ടോണ്ട് പെട്ടെന്ന് പുള്ളി പറഞ്ഞു ഞാൻ കോഫി എടുക്കാം, രണ്ടുപേർക്കും ഒരു കോഫി എടുത്തോണ്ട് കൊടുത്തു. എന്നിട്ട് പാസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു, ഞങ്ങൾ എത്ര നേരമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സങ്കടങ്ങളൊന്നും കാണുന്നില്ലേ, ഞങ്ങൾ ഇത്രയൊക്കെ ഇൻസൾട്ട് ആയില്ലെങ്കിൽ, ഞങ്ങൾ ഇത്രയൊക്കെ ചൂഷണം ചെയ്തില്ലേ, ഞങ്ങൾ ഒത്തിരി സഭയ്ക്ക് വേണ്ടി കൊടുത്തവരാ, എന്നിട്ട് എന്താ പാസ്റ്റർ ഒന്നും പറയാത്തെന്ന് ചോദിച്ചു. പാസ്റ്റർ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഡൈ മാൻ ഡൈ. എന്നാ പറഞ്ഞത്? നീ ചത്തിട്ടില്ല, നീ ചാക്. നീ മരിച്ചിട്ടില്ല, നീ മരിക്ക്. അപ്പൊ ഈ മരണം നമ്മൾ നടക്കുകയാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അവരോട് ചിലപ്പോൾ ഒരു സങ്കടമോ വിഷമൊക്കെ തോന്നിയാൽ അത് വെച്ചുകൊണ്ടിരിക്കത്തില്ല. കാരണം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മള് ദൈവം കർത്താവ് പറഞ്ഞേക്കുന്നല്ലേ, അവിടെ നിരപ്പ് പ്രാപിക്കണം. നമ്മളത് എന്താ പറയാ, അത് പെട്ടെന്ന് തന്നെ നമ്മൾ അതിനെയൊക്കെ റിക്കൺസിൽ ചെയ്യുന്ന കണക്ക് അവരുമായിട്ടൊക്കെ കോംപ്രമൈസ് സംസാരിക്കുക, അല്ലെങ്കിൽ ഇത് തോന്നിയ വിഷമമൊക്കെ ദൈവസന്നിധിയിൽ പറഞ്ഞ് ഏറ്റു പറഞ്ഞ് നമ്മൾ അതിനെ ഉപേക്ഷിക്കും. നമ്മൾ മരിച്ചവരാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്, ഒരു ശവത്തിനെ നോക്കിയിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യത്തേ ഇല്ല. ഏതെങ്കിലും ശവം എഴുന്നേറ്റ് മറുപടി പറഞ്ഞിട്ടുണ്ടോ?
ഇല്ല, കാരണം റെസ്പോണ്ട് ചെയ്യത്തില്ല, അത് മരിച്ചതാ ഹാലെ. പക്ഷേ കർത്താവിന്റെ വചനപ്രകാരം നമ്മളും മരിച്ചവരാണ്. നമ്മൾ ഇനി ജീവിക്കുന്ന നമ്മളല്ല ഹാലെ. എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ജീവിക്കണം. ഈ പലപ്പോഴും ഹാലെ പലർക്കും ഹാലെ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇത്ര വർഷങ്ങളായിട്ടും ഹാലെ നമുക്കത് സാധ്യമാകുന്നില്ല. അത് സാധ്യമാകാത്തത് കൊണ്ടാ ഹാലയിൽ എന്താ പറയാ, നമ്മളിപ്പോഴും എവിടെയൊക്കെയോ ഒതുക്കപ്പെട്ടിരിക്കുന്നത്. അല്ല, ഇന്നെങ്കിലും ഹല ഈ ഉപവാസ പ്രാർത്ഥന അനേകർ പുറത്തു വരുമെന്ന് ദൈവത്തിന്റെ ഹലയിലിയ പ്രോമിസ് ആണ്. നമ്മൾ ഹല ആ ശബ്ദം ശക്തമായി വ്യക്തമായി കേട്ടിട്ടാണ് അനേകർ ഇതിലൂടെ പുറത്തെടുക്കുമെന്ന്, ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുമെന്ന്. പക്ഷേ ഈ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കപ്പെടുന്നതിന് മുമ്പ് ഹാലയ നമ്മൾ എങ്ങനെ നടക്കണമെന്നും എങ്ങനെ നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ ഹാലയെ ജയത്തോടെ നടക്കണമെന്ന് നമ്മൾ അറിയണം. നമ്മളെ പിശാച് പലപ്പോഴും തോൽപ്പിക്കുന്നത് എങ്ങനെയാ? കഴിഞ്ഞ ദിവസം കേട്ട പോലെ അവൻ നുണയന്റെ അപ്പനുമാണ്. അവൻ നമ്മളെ തന്ത്രങ്ങളാൽ, അവന്റെ കയ്യിൽ ആയുധങ്ങളില്ല, പക്ഷെ അവന്റെ ഉള്ളിലുള്ള ഒരു കാര്യം തന്ത്രമാണ്. ഈ തന്ത്രത്താൽ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ ഹാലില്ല, നമ്മുടെ ഹൃദയത്തിൽ ഈ വചനമുണ്ടെങ്കിൽ ഹാലിയ, അപ്പൊ അതിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഹാലിയ. എഫെസിലെ 4:27 വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പിശാചിന് ഇടം കൊടുക്കരുത്. ഇടം കൊടുക്കാതിരിക്കണം. നമ്മുടെ ഹൃദയം എന്തായിരിക്കും? ഫിൽഡ് ആയിരിക്കണം. സുവിശേഷത്തെ നമ്മൾ കാണുന്നുണ്ട്, ഒരു വീട്ടിൽ നിന്ന് ഹല്ലേലൂയ പുറത്താക്കി കഴിഞ്ഞിട്ട് അവിടെ അടിച്ചു തൂത്ത് വൃത്തിയാക്കി എല്ലാം വെച്ചു. ഇച്ചിരി കഴിയുമ്പോൾ അതിനെക്കാട്ടി വലിയ 7 എണ്ണത്തിന് പിടിച്ചോണ്ടൊന്ന് വന്നെന്ന് പറയും. എങ്ങനെയത് വരുന്നത്? തണുപ്പ് അന്വേഷിച്ച് കാണാനും വന്നപ്പോ ഇവിടെ എംറ്റിയാ. ഇറക്കി വിട്ടിട്ട് പലരും നമ്മൾ ഈ ദുരാത്മാക്കളെയൊക്കെ പുറത്താക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പുറത്തുണ്ട്. ഈ പുറത്തു പോകുന്നിടത്ത് അത് എംറ്റി ആയി കിടന്നാൽ വീണ്ടും വന്ന് കയറും. പക്ഷെ അവിടെ എങ്ങനെ ഫില്ല് ചെയ്യണം നമ്മൾ? ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മ നിറവിനാലും നമ്മൾ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പിന്നീട് വന്നാൽ കയറാൻ പറ്റും. പക്ഷെ അത് പലപ്പോഴും സാധിക്കാത്തതുകൊണ്ടാ ഹാലേലിയ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 4:24 വാക്യത്തിൽ ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാണെങ്കിൽ ഹാലേലിയ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹാലേലിയ മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു എങ്ങനെയാ? ആത്മാവായിട്ട് തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹാലേലിയ. ഈ ഉള്ളിലിരിക്കുമ്പോൾ ഈ ആത്മാവ് നമ്മൾ ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾ ആത്മ സ്വഭാവമല്ല വെളിപ്പെടുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരുടെ സ്വഭാവം എന്തായി പോവും? ഡിഫറെന്റ് ആയി പോകും അല്ലേ? ആത്മസ്വഭാവമുള്ള അല്ല നമ്മൾ. ജഡസ്വഭാവത്തിലാണെങ്കിൽ ഈ ആത്മാവിനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ആത്മാവ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അനങ്ങാതിരിക്കാൻ തുടങ്ങും. അനുഭവം ഉണ്ടോ? എനിക്ക് അനുഭവം ഉണ്ട്. കാരണം എന്നോട് ആത്മാവ് സംസാരിക്കും, ഞാൻ കേൾക്കാതിരുന്നിട്ട് വല്ല യൂട്യൂബൊക്കെ കണ്ടുകൊണ്ട് കഴിച്ച് കഴിയുമ്പോൾ ആത്മാവിന്റെ ശബ്ദം കേൾക്കത്തില്ല. പിന്നെ ഇതൊക്കെ താത്ത് വെച്ച് സോറിയൊക്കെ പറഞ്ഞ് വീണ്ടും സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഗൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് അനുസരിക്കുന്നില്ല എങ്കിൽ ആത്മാവ് നിശബ്ദനാണെന്ന് നമുക്ക് കാണാൻ പറ്റും. പുറകെ നടന്ന് പറയത്തില്ല. അപ്പൊ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം വേണ്ട അത് പിന്നെ പറയാം, സഹോദരിയോട് പറഞ്ഞ പോലെ അത് പറഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പൊ നമ്മള് ഒരാള് വീണ്ടും ജനിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ആ ജീവിക്കുന്ന എങ്ങനെയാണ്? നമ്മുടെ അകത്ത മനുഷ്യൻ അത് വീണ്ടും ജനിക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അകത്ത മനുഷ്യനാണ് വീണ്ടും ജനിക്കുന്ന നമ്മുടെ അകത്ത മനുഷ്യൻ വീണ്ടും ജനിച്ചിട്ട് അത് രൂപാന്തരപ്പെടണം. എങ്ങനെ രൂപാന്തരപ്പെടുന്നത്? ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസിൽ അത് ഓരോ ദിവസം കഴിയും രൂപാന്തരപ്പെടണം. അത് രൂപാന്തരപ്പെടുമ്പോൾ അത് നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അത് കൺട്രോൾ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ അതനുസരിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുന്നു എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ നടക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുന്നെങ്കിൽ നമ്മൾ എങ്ങും എത്തത്തില്ല. രക്ഷിക്കപ്പെട്ടോ കയറിയോ, വള്ളത്തിലോട്ട് കയറി എന്നാ അക്കരെ എത്തിയെന്ന് വെച്ചാൽ എത്തിയതില്ല എന്ന രീതിയിൽ നമ്മൾ എങ്ങനെ അതിനകത്തിന് വട്ടം ചുറ്റി ശിഷ്യന്മാര് രാത്രി മുഴുവൻ വഞ്ചി തുഴഞ്ഞ് അതിൽ ചുറ്റി തിരിഞ്ഞതുപോലെ നടക്കും. അവസാനം 4-ാം യാമം എത്തിയപ്പോൾ കർത്താവ് കടലിന് മീതെ നടന്നു എന്ന് അക്കരെ അവരെത്തിയതുപോലെ ആയിരിക്കും. നമ്മൾ അതിനുള്ളിൽ കടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ഇന്ന് പലരുടെ ആത്മീയ ജീവിതം അങ്ങനെയാണ്. ലൂയ. അപ്പൊ നമ്മൾ അങ്ങനെ പോകാനുള്ളവരല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിലൂടെ അനേകരെ ദൈവം പുറത്തെടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വള്ളം തുഴഞ്ഞു പോലെ ചുറ്റിത്തിരിയുന്നവർ അല്ല. ഞാൻ ഇതിനകത്ത് പലരെയും നോക്കി ദൂത് പറയാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് മിക്ക ആൾക്കാരെ എനിക്കറിയാം.
ഹാലെ. അപ്പൊ ഞാനിത് പറയുമ്പോൾ വിചാരിക്കും സിസ്റ്റർക്ക് ഇത് അറിയാമല്ലോ, അതുകൊണ്ട് പറയുന്നല്ലേ. പക്ഷെ അങ്ങനെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരുന്നത് കൊണ്ടാണ് ഹാലേലിയ പലപ്പോഴും ദൈവ ആലോചന പറഞ്ഞാലും പറയാൻ പഠിക്കുന്നതിന്റെ കാര്യം. ഇവിടെ ഞാൻ ബോബി സിസ്റ്റർ പ്രത്യേകം കണ്ടോണ്ട് ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് സ്ക്രീൻ ഇത് ചെറുതാക്കി പറയാം. ബോബി സിസ്റ്റർ പലപ്പോഴും എന്താകട്ടെ, നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സിനോട് പറയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ജഡം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ വട്ടം ചുറ്റുന്നത്. എന്ന് വെച്ചാൽ ചെറിയൊരു വിഷയമാണ്. ഇതിനകത്ത് പലരും ഉണ്ടങ്ങനല്ല, ചെറിയൊരു വിഷയം വരുമ്പോൾ പോലും അതിന് ഓർത്ത് ഭയങ്കര ടെൻസ്ഡ് ആകും. എന്താ ടെൻസ്ഡ് ആയി കഴിയുമ്പോഴത്തേന് നമ്മൾ നമ്മുടെ ജഡം നമ്മളെ കൺട്രോൾ, പിന്നെ തലയ്ക്ക് ഭാരം, ചിന്തകള്, ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷെ അവിടുന്ന് ഈ ദിവസം തുടങ്ങിയിട്ട് ഇതിന്റെ ആ ഒരു ഷോർട്ട് കട്ട് ഒന്ന് എന്താ പറയാ, നമ്മള് നമ്മുടെ മനസ്സ് എന്തെങ്കിലും ചിന്തിച്ച് നമ്മളിലേക്ക് വരുമ്പോ പെട്ടെന്ന് എന്താ വെച്ചാൽ ദൈവത്തിന്റെ വചനം ഉപയോഗിക്കണം. അവിടെ ദൈവത്തിന്റെ വചനം ഉപയോഗിക്കണം. വചനം ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യണം. ഹാലേലിയ. അന്നേരം അത് ആരെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് വെച്ചാൽ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലൂടെ നമുക്ക് ആ വചനം പെട്ടെന്ന് നമുക്ക് തരും. ഈ വചനം തരുമ്പോൾ ഈ വചനത്തിൽ ഉറച്ച് ചിലപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞ് നമുക്കത് ജയിക്കാൻ പറ്റത്തില്ല. പക്ഷെ പല തവണ നമ്മളത് പറഞ്ഞിട്ട് നമ്മളത് ജയിക്കാൻ ശ്രമിക്കണം. ഇന്ന് തുടങ്ങിയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ കർത്താവിന് ആവശ്യമുള്ള വ്യക്തിയാണ്. പക്ഷെ പലപ്പോഴും എന്താ പറയാ, അടച്ചിട്ട മുറിക്കുള്ളിൽ കടന്ന് കറങ്ങുന്ന പോലെ, വട്ടം കറങ്ങുന്ന പോലെ ആ കറക്കം മാറണമെങ്കിൽ ചില ഇരുട്ടിന്റെ ശക്തി. ഞാൻ മിക്കവാറും ബോബി സിസ്റ്ററായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ ബോബി സിസ്റ്റർ ഭയങ്കര ആത്മാവല്ല ഭയങ്കര ആത്മാവ് ദൈവശക്തിയൊക്കെ ഇറങ്ങി അവിടെയുള്ള പിശാചുകളൊക്കെ ഇറങ്ങി ഓടുന്ന ഞാൻ കാണുന്നു. പക്ഷേ പിന്നെയും അടുത്ത ആഴ്ച വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഇത് തന്നെ അവസ്ഥ. വീണ്ടും ഇതൊക്കെ അവിടെ തന്നെ കാണും. വീണ്ടും വന്ന് കയറും. ഇതുപോലെ പോകാനല്ല എനിക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞാൽ അതുപോലെ പോകാനല്ല നമ്മൾ വിളിച്ചേക്കുന്നത്. നമ്മൾ ഒരിക്കൽ കാസ്റ്റ് ഔട്ട് ചെയ്ത് അത് പുറത്തായിരിക്കണം. പിന്നെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് കയറാൻ പാടില്ല. നമ്മളെ ദൈവം നമ്മുടെ വീടിന്റെ കാവൽക്കാരിയായിട്ട് നിർത്തിയിരിക്കുന്നത് ആ കാവൽക്കാരിയുടെ കണ്ണ് വെട്ടിച്ച് അവിടെ ആർക്കും കിടക്കാൻ കഴിയരുത്. ഈ ദിവസങ്ങളിൽ ഉണരണം. എങ്ങനെ നിങ്ങൾ ഉണരണം എന്ന് വെച്ചാൽ ആത്മാവിൽ നിങ്ങൾ ഉണരണം. ഈ ദിവസങ്ങളിൽ ഉണർന്ന് ശക്തമായിട്ട് സ്തോത്ര നമ്മുടെ മനസ്സിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ ഇനി സഞ്ചരിക്കത്തില്ല, തീരുമാനം എടുക്കണം. റോമാലയത്തിൽ പറഞ്ഞ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരം, മനസ്സ് ഓരോ ദിവസവും പുതുക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഗൈഡ് ചെയ്യുന്ന പോലെ നമ്മുടെ മനസ്സിനെ പുതുക്കി നമ്മൾ അങ്ങനെ രൂപാന്തരപ്പെടുകയാണെങ്കിൽ ഞാൻ പറയാം ഇനി ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് കയറി എന്നിട്ട് എനിക്ക് ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്തണമെന്ന് പറയാനല്ല, ദൈവം ആഗ്രഹിക്കുന്ന ചെയ്യുവാനായിട്ട് ഇടയാകും. ഈ ദിവസങ്ങളിൽ ഞാൻ പറയാം, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന അത്യന്തമായ ദൈവശക്തി ഇങ്ങനെ വ്യാപരിക്കുന്നുണ്ട്. എനിക്കറിയാം ഇന്നത്തെ ഈ വചനം ആരുടെയെങ്കിലൊക്കെ ഉള്ളത്തിലേക്ക് ശക്തമായി ഇടപെടുകയാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ ഇത് മനസ്സിലാക്കി. ഞാനത് വലിയ നമ്മുടെ പ്രസംഗശാസ്ത്രം ഒന്നും അറിയത്തില്ല പക്ഷെ ദൈവം തന്നൊരു സബ്ജക്റ്റാണ്. ഞാൻ വചനമൊക്കെ ചിലപ്പം റെഫറൻസ് ഒക്കെ എടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. പക്ഷെ എന്നാലും ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതിനനുസരിച്ച് നമ്മളെ ട്രെയിൻ ചെയ്യണം. ഒരു ദിവസം കൊണ്ട് നമ്മൾ പെട്ടെന്ന് ആള് മാറത്തൊന്നുമില്ല. ഇതിന് നമ്മൾ ഓരോ ദിവസം നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് ട്രെയിൻ ചെയ്യണം. ഞാൻ ഇന്നലെ ഇത് ഈ വചനം ഇങ്ങനെ ഇത് കിട്ടി ഞാനിങ്ങനെ ഇരുന്ന് അതിനെക്കുറിച്ച് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രിയങ്ക സിസ്റ്റർ എന്നെ കയറി വിളിച്ചു. അപ്പൊ സിസ്റ്ററോട് ഞാൻ സംസാരിക്കും ഈ വചനം ഇങ്ങനെ വചനത്തിന്റെ കുറച്ച് ഭാഗമൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്നോട് പ്രാർത്ഥിച്ച് ഒരു വിഷയം 2 വിഷയമാണ്. അപ്പൊ ഇത് അപ്പൊ തന്നെ അവിടെ അത് ഇന്ന് എന്നോട് പറഞ്ഞു അത് അന്നേരം തന്നെ പോയി എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ നമ്മൾ ഈ വചനം പറയുന്ന സമയത്ത് ഇതിന്റെ ദൈവം തരുന്ന ഒരു ത്രെഡ് ദൈവം തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കര ഡെലിവറൻസ് ആയിരിക്കും. ഇത് ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ ഞാൻ കേൾക്കാം എന്നിട്ട് എനിക്കൊരു കൺഫർമേഷൻ. ഇന്ന് എന്നോട് ഒരു സഹോദരൻ എപ്പോഴും സ്പിരിറ്റിലൊക്കെ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ഒരു സഹോദരനാണ്. പുള്ളിക്കാരനെ ഇന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചത് നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ചും പുറമേയുള്ള മനുഷ്യനെ കുറിച്ചും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കൺഫർമേഷനാണ് വീണ്ടും. എന്താ പറയാ, ഞാൻ എന്തെന്ന് പറയാനായിട്ട് ദൈവം ഇന്നലെ മെനഞ്ഞാന്ന് എനിക്ക് തന്നു. അന്നേരം ഇത് കിട്ടിയപ്പോൾ പോലെ ഞാനിങ്ങനെ മനസ്സിൽ ഇത് തന്നെ ഇന്നർ മാൻ ഔട്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് ആ ബ്രദർ വിളിച്ചപ്പോൾ, അനീഷ് ബ്രദർ വിളിച്ചപ്പോൾ എന്നോട് വായ തുറന്നപ്പോൾ ഇതാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് കൺഫർമേഷൻ, ദൈവം എനിക്ക് എന്ന് പറയാൻ തന്ന മെസ്സേജാണ്. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ അകത്തെ മനുഷ്യനെ ഇപ്പൊ സിസ്റ്റർ ഇത് വ്യക്തിപരമായ ദൂതായിട്ട് തന്നെ ഏറ്റെടുത്തണം. അകത്തെ മനുഷ്യൻ എന്താ പറയാ ശക്തനാകണമെങ്കിൽ നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മൾ കേൾക്കരുത്. നമ്മൾ കേൾക്കരുത്. നമ്മുടെ ആത്മാവ് പറയുന്നത് മാത്രമേ കേൾക്കാം. ഞാനത് പലപ്പോഴും പറയും, മനസ്സിന് ഒന്നുകിൽ ആത്മാവിനെ കീഴടങ്ങണം മനസ്സ്, ഇല്ലെങ്കിൽ ആത്മാവിനോട് കൂടെ ചേർന്ന് നിൽക്കണം. നമ്മുടെ മനസ്സ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും കാരണക്കാരനാരെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സാ. ആഗ്രഹങ്ങള്, ഇഷ്ടങ്ങളും മോഹങ്ങളും എല്ലാം വരുന്നത് അവിടെയാ. അപ്പൊ അതിനെ നമുക്ക് കീഴടക്കാൻ കഴിയണം. ആമേൻ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ
3-ാം അധ്യായം 3 തുടങ്ങി 6 വരെ തോന്നുന്നു. ഞാൻ നോക്കിക്കോട്ടെ. ഞാൻ നാക്കട്ടെ ലേഖനമാണോ? നാക്കട്ടെ സാറാമസ്, ഞാൻ റെഫറൻസ് ഒന്ന് കൃത്യമായിട്ടൊന്നും കുറിച്ച് വെച്ചത്. ഞാൻ എടുത്ത് നോക്കിയിട്ട് മതി. നേരത്തെ നോക്കിയപ്പോൾ കുത്തി വരച്ച് വെച്ചതാ. 3-ന്റെ 3 തുടങ്ങി 6 വരെ യോഹന്നാന്റെ സുവിശേഷം, ഗോസ്പൽ. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യന് വൃദ്ധനായ ശേഷം ജനിക്കുന്നതെങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആമേൻ, സ്തോത്രം. മതി സിസ്റ്റർ, നിങ്ങൾ ഇവിടെ പുതുതായി ജനിക്കണം. മതി ഹാലേ. ഇവിടെ ഹാലെ പറയുന്നത് നമ്മൾ പുതുതായി ജനിക്കണം. ഹാലേലിയ. അപ്പൊ അവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ ഇത്രയും നാളെ ഞാൻ ഈ വചനം വിചാരിച്ചിരുന്നത്, നമ്മൾ ഹാലേലിയ നമ്മൾ വീണ്ടും ജനിക്കുന്ന മുങ്ങിപ്പൊങ്ങുന്ന പ്രോസസ്സിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കാരണം വെള്ളത്താലും ആത്മാവിലും വീണ്ടും ജനിക്കുന്നത്. അപ്പൊ നമ്മൾ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുന്നു, ആത്മാവിലിറങ്ങി ആത്മാവിന്റെ തീ നമ്മുടെ മേലും അഭിഷേകം വരുന്ന സ്നാനം. പക്ഷേ ഇന്നലെ എനിക്ക് എന്നോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആത്മാവിനാൽ വീണ്ടും ജനിക്കണം. നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കണം. നമ്മുടെ വീണ്ടും ജനനം എവിടെ നടക്കുന്നത് വെച്ചാൽ, നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കണം. എങ്ങനെയാ? അത് ആത്മാവിനാൽ ജനിക്കണം. ദൈവത്തിന്റെ ആത്മാ. നമ്മളെ ശരീരം കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുന്ന ദൈവത്തിന്റെ ആ യേശു കർത്താവിനെ മരിച്ച് അടക്കപ്പെടുന്ന അതിനോട് ഏകീഭവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ നമ്മൾ യഥാർത്ഥമായി വീണ്ടും ജനിക്കുന്ന നമ്മൾ ശരീരമല്ല വീണ്ടും ജനിക്കുന്നത്, നമ്മുടെ ആത്മാവാണ് വീണ്ടും ജനിക്കുക. ഈ ആത്മാവ്, അതുകൊണ്ട് തന്നെ പറയുന്നത്, ഇവിടെ പറയുന്നത് ആത്മാവിനാൽ ജനിച്ചത് ജഡത്താൽ ജനിച്ച ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ച ആത്മാവ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ച ആ ആത്മാവിനെ ഹോളി സ്പിരിറ്റ് ഗൈഡ് ചെയ്യുന്നതനുസരിച്ച് ഈ ആത്മാവ് ഓരോ ദിവസം പുതുക്കം പ്രാപിക്കും. ഈ ആത്മാവ് ഓരോ ദിവസം പുതുക്കം പ്രാപിച്ച് എങ്ങനെ രൂപാന്തരപ്പെട്ട് ദൈവത്തിന്റെ അതേപോലെ പ്രതിമയായിട്ട് നമ്മുടെ ശരീരമല്ല പ്രതിമയാകുന്ന, നമ്മുടെ അകത്ത മനുഷ്യനെ പ്രതിമയായി വരുന്നത്, ക്രിസ്തു എന്ന പ്രതിമയോട് അതുപോലെ ആയിത്തീരുന്നതാണ്. അപ്പൊ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെയാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ ശരീരത്തെ അല്ല കൊണ്ടുപോകുന്നത്. ഈ ശരീരം എന്താ? ഇത് ഈ മണ്ണിൽ നിന്ന് നിർമ്മിച്ചത് ഈ മണ്ണിൽ തന്നെ കളഞ്ഞിട്ട് പോകും. അപ്പൊ നമ്മുടെ ശരീരത്തെ അല്ല കൊണ്ടുപോകുന്നത്, നമ്മുടെ ആത്മാവ്. അപ്പൊ നമ്മുടെ ആത്മാവ് തന്നെയാണ് വീണ്ടും ജനിക്കുക. അതുകൊണ്ട് നമ്മൾ പറയാം, നമുക്ക് ആത്മാവ് വീണ്ടും ജനിച്ചെങ്കിൽ ഇപ്പൊ ആത്മാവ് എവിടെ ഇരിക്കുന്ന? സ്വർഗ്ഗസ്ഥലങ്ങളിൽ ക്രിസ്തു ഇരിക്കുന്നിടത്ത് ഇരുത്തിയിരിക്കുന്നത്. ഇതാരാ? നമ്മൾ ജഡത്തിലല്ല ഇരിക്കുന്നത്, ഇതെല്ലാം ആത്മാവിൽ. അപ്പൊ നമ്മൾ എപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടെന്ന് വെച്ചാൽ, നമ്മൾ പലതും ജഡം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിലതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പാപത്തെ ജയിക്കാൻ എങ്ങനെ ഏറ്റവും കൂടുതൽ എളുപ്പം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപത്തെ നമ്മൾ ശരീരം കൊണ്ട് ജയിക്കാൻ ശ്രമിക്കരുത്. ശരീരം കൊണ്ട് ജയിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടും. കാരണം നമുക്ക് ശരീരത്തെ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ അടക്കി വെക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ നോക്കാതിരിക്കാൻ, കാണാതിരിക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ എങ്കിൽ നമ്മൾ ഇതിനെ ആത്മാവിനാൽ ജയിക്കാൻ ശ്രമിച്ചു നോക്കിക്കേ. പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? കാണാൻ വെച്ചാൽ നമ്മൾ ചിലപ്പോഴൊക്കെ ചില സാധനങ്ങൾ കാണണ്ട എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കും. ഒരു പരിധി വരെ നമുക്ക് ജഡത്തിൽ അങ്ങനെ ജയിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് കണ്ടുപോയാലോ എന്താ സംഭവിക്കുന്നത്? പാവം ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ജഡത്താൽ ജയിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടായി സംഭവിക്കും. നമ്മൾ ജഡത്താലല്ല നമ്മൾ പുതുതായി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജഡത്താൽ അല്ല ഒന്നും ചെയ്യാൻ ശ്രമിക്കേണ്ടുന്നത്. നമ്മൾ ആത്മാവിനാൽ ചെയ്യുമ്പോൾ ജഡം അതിനെ അനുസരിക്കാൻ പഠിക്കണം. പലപ്പോഴും ബുദ്ധിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും, ജഡത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പെട്ടുപോകും, വീണുപോകും. എത്രയൊക്കെ ബലം പിടിച്ച് നടന്നാലും, ഇപ്പൊ കള്ളം പറയരുത് എന്ന് പറഞ്ഞ് നമ്മൾ ജഡത്തിലാണ് ശ്രമിക്കുന്നതെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പോയി കള്ളം പറയും. ഒരു ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി കള്ളം പറയും. അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാത്തടത്ത് പോയി കള്ളം പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ ഇത് ആത്മാവിനാലാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ ഒരിടത്തുനിന്ന് ആദ്യമൊക്കെ ഒന്ന് തെറ്റി വന്നാലും പിന്നീട് നമ്മൾ തെറ്റത്തില്ല.
ഇനി നമ്മൾ റിവേഴ്സ് ഗിയറിൽ പോകണം. ഹാലെ നമ്മൾ എന്താ ഇത്രയും നാള് ഹാലെ ജഡത്തിൽ ഹാലെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്, ഇന്ന് തുടങ്ങി ഇന്ന് ജഡത്തിൽ പോകണ്ട, ആത്മാവിന് പൂർണ്ണ കൺട്രോൾ കൊടുക്കുക, സ്വാതന്ത്ര്യം കൊടുക്കുക. ഹാലെ അവിടെയാണെങ്കിൽ നമുക്ക് ഹാലെ ആത്മാവിനാൽ ഹാലെ നമുക്ക് അതിനെ ജയിക്കാൻ പറ്റും. അല്ലെ നമ്മുടെ ഇവിടെ റോമാലേഖനം 6:6-7 എന്ന് വായിക്കാവോ? അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഉം. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ഹാലലുയ. ഇവിടെ റോമാലേഖനം നമ്മൾ 7-ാം അധ്യായത്തിനകത്താണെങ്കിൽ നമ്മുടെ ജഡവും ആത്മാവും തമ്മിലുള്ള വലിയൊരു വാർഫെയർ പോലെ നമ്മൾ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പഠിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഈ ജഡത്തെ എങ്ങനെ ജയിക്കാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വന്നപ്പോൾ ആത്മാവും ജഡവും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇല്ലേ? 7-ാം അധ്യായത്തിൽ പൗലോസ് എന്ന് പറയുകയോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എങ്ങനെ ഞാൻ ഇച്ഛിക്കുന്നതല്ല പ്രവർത്തിക്കുന്നത്. കാരണം ഇത് രണ്ടും കൂടെ എപ്പോഴും പ്രതികൂലമാണ്. ഇത് രണ്ടും കൂടെ ഒരു വാർഫെയർ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ എങ്ങനെ ജയിക്കാൻ പറ്റുമെന്ന റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്. ഈ വായിച്ച വാക്യം നമ്മൾ 6 കഴിയുമ്പോൾ, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു, നാം ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അവനോട് ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചു നിൽക്കുക, ഇനി മരിക്കയില്ല, മരണത്തെ അവന്റെ മേൽ കർത്തൃത്വമില്ല. അപ്പം നമ്മൾ ഇവിടെ 6:7 വായിക്കട്ടെ. നാം ഇനി പാപത്തിന് അനുഭവപ്പെടാൻ പാപശരീരം നീക്കം വരേണ്ട നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയാം. അപ്പൊ നമ്മള് പാപശരീരം എന്താ പറയാ, നമ്മുടെ പാപശരീരം കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കണം. എങ്ങനെയാ വിശ്വസിക്കുന്നേ? കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുക. എങ്ങനെയാ? നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ ശരീരത്തെ ക്രൂശിക്കപ്പെട്ടു. ഇനി ആ പാപം നമ്മളിൽ കർത്തൃത്വം നടത്താൻ പാടില്ല എന്ന് നമ്മൾ നമ്മുടെ ആത്മാവിനല്ല നമ്മുടെ മനസ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. നമ്മുടെ മനസ്സിനെ അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ കൊണ്ട് പാപം ചെയ്യുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല. കാരണം നമ്മളെപ്പോഴും പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്താ പറയാ, നമ്മൾ പാപത്തെക്കുറിച്ച് ചിന്തയാണ്. ന്യായപ്രമാണം അറിയുന്നതിന് മുമ്പ് അവര് പാപം ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ ഒരുപാട് കാര്യം, പക്ഷെ അവർക്ക് പാപമാണെന്നുള്ള ബോധമില്ലാത്തതുകൊണ്ട് അവർക്കത് പാപമായി തോന്നിയില്ല. ഇപ്പം UAE പോയിട്ട് നമുക്കൊരു 100 ചില സ്ഥലങ്ങളിൽ 140 വരെ നമുക്ക് വണ്ടി ഓടിക്കാം, 139 വരെ വണ്ടി ഓടിക്കാം. അത് അവിടെ നിയമം അത് വെച്ചേക്കുന്നതാണ്, അത് തെറ്റല്ല. അതേസമയത്ത് കേരളത്തിൽ വന്നിട്ട് നമ്മൾ 125 വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ? എന്താ കാര്യം? ഇവിടുത്തെ മാക്സിമം സ്പീഡ് ലിമിറ്റ് ഔട്ട് ഓഫ് ദി സിറ്റിയാണ് 70, സിറ്റിക്ക് ഇൻസൈഡ് ആയി 50 ആണ്, അല്ലേ? അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ UAE നിയമം അവിടെ 120 പോയി ഒരു കുഴപ്പമില്ല, 120 പോകാൻ പറ്റുമോ? ഇല്ല. അവിടെ നിയമം വന്നപ്പോഴാണ് അതൊരു തെറ്റും ശരിയും മനസ്സിലായി. ഇവിടെ പറയുന്ന ഇവിടെ പറഞ്ഞ നാം ഇനി പാപത്തിന് അടിമ പാപശരീരം നീക്കം നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കണം. അപ്പൊ നമ്മൾ എന്ത് പറയണം? നമ്മുടെ പഴയ മനുഷ്യൻ ആ വീണുപോയ മനുഷ്യൻ അല്ലെങ്കിൽ പാപമുള്ള മനുഷ്യൻ എന്താ പറയാ, കർത്താവിന്റെ ക്രൂശിക്കപ്പെട്ടു. അത് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. നമ്മൾ അതുകൊണ്ട് നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഞാൻ പാപത്തിൽ വീഴുവോ, പാപം ചെയ്യുവോ, അത് പാപമാണോ, ഈ ചിന്ത നമ്മൾ കിടക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പാപത്തിലേക്ക് വീണുവന്ന് പാപം എന്ന് നമ്മുടെ ഇതൊരു സിന്നാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് മാനുഷ്യമായിട്ട് ബുദ്ധിപരമായിട്ട് നമ്മൾ അതിലേക്ക് വീഴാതിരിക്കാൻ നമ്മൾ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ചെളിയൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ ചെളി വെള്ളത്തിൽ ചവിട്ടാതെ നടക്കാൻ ശ്രമിക്കും. പക്ഷേ നടന്ന് എന്നിട്ട് ചിലപ്പോൾ വലിയൊരു ചെളിക്കകത്തേക്ക് കയറി ചവിട്ടും, ദേഹം മൊത്തം തെറിക്കും. ഇതുപോലെ തന്നെയാ നമ്മളത് ഭയങ്കര സമയത്ത് നമ്മൾ കൂളായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു കുഴപ്പമില്ലാതെ അങ്ങ് നടന്നു പോയിക്കോളും. പക്ഷേ ഇതിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് അതിനെ അതിനെ സൂക്ഷിക്കാൻ അല്ലെ വീഴാതെ വേണം ശ്രമിക്കുമ്പോഴാണ് നമ്മൾ വീണു പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പാപ ശരീരത്തെ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ട് ഇനിയുള്ളത് പാപ ശരീരമല്ല നമ്മുടെ. ഇത് നമ്മൾ വിശ്വസിക്കണം. എന്താ നമ്മളെ നടത്തുന്നത്? ഇന്ന് വരെ നമ്മൾ നടത്തിയത് നമ്മുടെ മനസ്സായിരുന്നെങ്കിൽ ഇന്ന് തുടങ്ങി നമ്മൾ നടത്തുന്നത് ആത്മാവാണ്. ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പരിശുദ്ധാത്മാവിനാൽ ഓരോ ദിവസവും രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുക, ഓരോ ദിവസം പുതുക്കം പ്രാപിച്ചിട്ടുണ്ട്, ഓരോ ദിവസം ശക്തി പ്രാപിച്ച. അപ്പൊ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാൻ നമ്മൾ എപ്പോഴും പറയും, എന്നെ ശക്തനാക്കുന്ന ആരാ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ ശക്തനാക്കുക, നമ്മുടെ ശരീരത്തെ അല്ല ശക്തനാക്കുന്നത്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബൂസ്റ്റ് പൂർണ്ണ വെച്ച് പുട്ടുപൊഴുങ്ങി തരുന്നുണ്ടോ ഡെയിലി? ഞാൻ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ?
ഹാലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതാകുന്നില്ല, ഇല്ലെങ്കിൽ പിന്നെ വെറുതെ ഹാലയില് പറഞ്ഞ. അപ്പൊ മനസ്സിനെ അല്ല നമ്മുടെ ഹാല ശരീരത്തെ അല്ല ഹാലയില പരിശുദ്ധാത്മാവ് ഓരോ ദിവസം പുഷ്ടി പ്രാപിപ്പിക്കുന്നത് നമ്മുടെ ആത്മാവിനെയാണ്. അപ്പൊ ഈ ആത്മാവ് കരുത്തനായിരിക്കും തോറും ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്ക് അവൻ വഴങ്ങി കൊടുക്കത്തില്ല. ഹാലയില ആ വഴങ്ങി കൊടുക്കാതിരുന്നാൽ മാത്രമാണ് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഹാലയില നമ്മൾ എങ്ങനെ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഏറ്റവും നന്നായിട്ട് മുൻപോട്ട് പോകുന്നു പറയുന്നത്. എനിക്ക് കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ എനിക്കൊന്ന് ജിമ്മി എന്നോട് പറഞ്ഞു, നമ്മൾ എന്താ പറയാ, ഈ ഒരു റെവലേഷൻ എൻ്റെ ഉള്ളിലേക്ക് ഒരു വചനം, ഈ ഒരു റെവലേഷൻ ഉള്ളിലേക്ക് വന്നപ്പോൾ സകലതും പോയി. അതുപോലെ പിടിച്ചോണ്ടത് എല്ലാം പോയി. മറ്റേ പാപത്തിനാണോ ഞാൻ അടിമയാണോ, ഞാൻ പാപത്തിലാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നെടുത്ത് ദൈവം ഒരു റെവലേഷൻ കൊടുത്തപ്പോഴത്തേന് അതിന്റെ കംപ്ലീറ്റ് ആ ബോണ്ടേജ് കംപ്ലീറ്റ് ബ്രേക്കായി പോയി. അപ്പൊ അതുപോലെ നമ്മൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമ്മൾ ബോധയുടെ ആകരുത്. എന്താ വെച്ചാൽ ഈ ശരീരത്തിന് വലിയ റോളില്ല. ഇത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പൊടിയിലേക്ക് തന്നെ. പക്ഷേ റോളുള്ള ഒരാളുണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എല്ലാം ആരെയാന്ന് വെച്ചാൽ നമ്മുടെ അകത്തെ മനുഷ്യനെയാണ്. അപ്പൊ നമ്മളെപ്പോഴും പുഷ്ടി പ്രാപിക്കുന്ന പുറമേയുള്ള മനുഷ്യനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൗന്ദര്യം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ശ്രദ്ധിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഈ പുറമേ ഉള്ള മനുഷ്യനല്ല നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ. പക്ഷെ അവിടെയാണ് നമ്മൾ തെറ്റിപ്പോകുന്ന. നമ്മൾ പുറമേ ഉള്ള മനുഷ്യനെ അല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ അകമേ ഉള്ള മനുഷ്യനെയാണ്. ഈ അകമേ ഉള്ള മനുഷ്യൻ നമ്മൾ ഹാലയ ഇതിനെ പുഷ്ടിപ്രായം ഓരോ ദിവസം കഴിയുമ്പോൾ ഇതിനെ ഒന്ന് ബലപ്പെടുത്തി ഇതിനെ ഒന്ന് കരുത്താർജി, ഇതിനെ ഒന്ന് നമ്മൾ പറയുന്ന നല്ല ഇതൊക്കെ കൊടുത്ത് നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് പിള്ളേർക്കൊക്കെ നല്ല ഫുഡൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ വണ്ണമൊക്കെ വെപ്പിക്കുന്ന കണക്ക് ഈ അകത്തുള്ള മനുഷ്യൻ നല്ല ഫുഡൊക്കെ കൊടുത്തൊന്ന് വണ്ണം വെപ്പിച്ച് നോക്കിയേ. ഏത് അവസ്ഥയിലും നമുക്ക് ഏത് പ്രതികൂലത്തിലും നമുക്ക് വളരെ ശക്തമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും എന്തൊക്കെ നമ്മളെ തകർത്ത് കളയെന്ന് പറഞ്ഞാലും നമ്മൾ വീഴാതെ വണ്ണം നിൽക്കാൻ. റോമാലയൻ 7:24-25 വായിക്കാം സിസ്റ്റർ. റോമാലയൻ തന്നെ വായിച്ചേക്കാം. അയ്യോ കിട്ടിയ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ എന്നെ വിടുവിക്കുന്ന ആർ? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മാത്രം. ഞാൻ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ, ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെ സേവിക്കുന്നു. ഇവിടെ പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ പോലും പറഞ്ഞ കാര്യം, ജഡത്തെക്കുറിച്ച് നമ്മൾ ആ ജഡികമായ കാര്യങ്ങളൊക്കെ ചിന്തിക്കണേ പറയും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്താ നമ്മൾ അവിടെ പറയുന്ന കാര്യം? ഒരു കാര്യം ശ്രദ്ധിക്കുക, അരിഷ്ട മനുഷ്യൻ. എന്നിട്ട് ഈ മരണത്തിന് അധീനമായ ശരീരത്തെ എന്നെ വിടുവിക്കും. ഇത് മരണത്തിന് അധീനമായെന്ന് വെച്ചാൽ നമ്മളെ എന്താ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മുടെ ശരീരത്തെ കൊണ്ട് പാവം ചെയ്യിച്ചാൽ നമ്മളെ മരണത്തിന് അധീനമാകും. ഈ ശരീരം ആര് വിടുക? എന്നിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഞാൻ ദൈവത്തിന് ഇങ്ങനെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ, ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഇപ്പൊ രണ്ടും ഇവിടെ ബുദ്ധിയും ജഡവും കൊണ്ട് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തെ നമ്മൾ സേവിക്കുക, അല്ലെങ്കിൽ നമ്മൾ ശരീരത്തെക്കുറിച്ച് ബോധരായിക്കുക. നമ്മൾ ഇതുപോലെ പറയും, എൻ്റെ ഈ ശരീരത്തെ ആര് വിടുവിക്കും? പൗലോസ് തന്നെ എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരിടത്ത് പറയുന്നുണ്ട്, എന്താ പറയാ, എന്നെ ശക്തനാക്കും മുഖാന്തരം സകലത്തിനും മതി. കർത്താവിന്റെ ആ ദൈവത്തിന്റെ ശക്തിയാൽ മാത്രം, ആ പരിശുദ്ധാത്മ ശക്തിയാൽ മാത്രമാണ് നമുക്ക് സകലയിടത്തും ജയത്തോട്ട് നടക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന, ശരീരം പാപം ചെയ്യുമോ, എൻ്റെ ജഡത്തിൽ ഞാൻ പോയി, ഇത് ചിന്തയാണെങ്കിൽ നമ്മൾ അറിയാണ്ട് നമ്മൾ പാപത്തിലേക്ക് വീഴും. എന്നോട് ഈ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം കൂടുതൽ ഭയപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെ അടിമയാണ്. നമ്മൾ ഏതിനോട് ഏതിനെ കൂടുതൽ ഭയപ്പെടുന്നു അത് നമ്മൾ ശരീരം എനിക്ക് പാപം ചെയ്യാതെ പോകണം എന്ന് വിചാരിച്ച് എൻ്റെ ആ ശരീരത്തെക്കുറിച്ച് നമ്മൾ പാപത്തിലേക്ക് വീഴുമോന്ന് ഓർത്ത് നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ അതിന് അടിമയായിപ്പോൾ നമ്മൾ അതിനകത്ത് പോയി വീഴുകയും ചെയ്യും. പല ആൾക്കാരും നമ്മൾ കാണുന്ന ശുശ്രൂഷകന്മാർ പോലും പലരും ഈസി ആയിട്ട് പാപത്തിലേക്ക് വീഴിക്കുന്നതിന്റെ കാരണം അവർ ജഡം കൊണ്ട്, അല്ലെ ബുദ്ധി കൊണ്ട് പാപത്തിൽ നിന്ന് മാറി നടക്കാനായിട്ട്, പാപത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ്. ബുദ്ധി കൊണ്ട് പാപത്തിൽ, ഇപ്പൊ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ നമ്മുടെ കൺവട്ടത്തൊന്നുമില്ല, ദൂരത്തൊക്കെയാണ്. അപ്പൊ അവരെ ബുദ്ധിയിലെ ഉപദേശിക മക്കളെ അത് ചെയ്യല് ഇത് ചെയ്യലെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കാണാത്ത, നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ നന്നായിട്ട് അവനെ, പക്ഷെ നമ്മൾ കാണാത്തിടത്തിലുമ്പോൾ അവർ പാപത്തിലേക്ക്. പക്ഷെ അവരെ നമ്മൾ വചനം കൊടുത്തും പരിശുദ്ധാത്മാവിലാണ് ഇവരെ ഗൈഡ് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന വചനമാണ് നമ്മൾ ഉള്ളിൽ കൊടുത്തേക്കുന്നെങ്കിൽ ഇവർ പാപം ചെയ്യാൻ നേരം എന്താ പറയാ, ഈ വചനം ഇവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇവർ അതിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിക്കും.
ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഹാലില്ല, നമ്മുടെ അകത്ത മനുഷ്യരിൽ ഹാലെ ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മ ശക്തിയാലും നമ്മൾ ഫീൽഡ് ആണെങ്കിൽ അല്ലെ അത് ശക്തനാണെങ്കിൽ നമ്മൾ ഹാലെ പാപം എന്നൊരു സാധനം നമ്മുടെ മുമ്പിലേക്ക് ഹാലെ എന്തൊക്കെ വന്നു നമ്മൾ ഏറ്റവും നല്ല എക്സാമ്പിൾ അല്ലെ ബൈബിളിൽ നിന്ന് തന്നെ എടുക്കണ നമുക്ക് യോസെഫിനെ എടുക്കാം. ജോസഫ് എന്തുകൊണ്ടാ ഹാലേലിയ ഹാലെ പോത്തിഫറിന്റെ ഭാര്യ ആമെ ഇത് പ്രലോഭിപ്പിച്ചിട്ടും അവിടുന്ന് ഓടിപ്പോയെന്ന് എഴുതിയേക്കുന്നത്. വസ്ത്രം കൂടെ കളഞ്ഞിട്ട് ഓടിപ്പോയെന്ന് എഴുതിയേക്കുന്നത്. എന്തുകൊണ്ടാ? ജഡത്തിൽ എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയാന്നോ ജോസഫിന്? അപ്പനമ്മമാർ ഉപദേശിച്ചു കൊടുത്തോ? അത് അവിടെ എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം യോസഫിന് ഒരു കാര്യം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ബോധം ഉള്ളിൽ കൊടുത്തു. ആര് കൊടുത്തു? ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തു. അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിനെ കൊടുക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ വചനം ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെവിടെ പോയിരുന്നാലും അവരെ നമുക്ക് അത് കാത്തുകൊള്ളും. അവരുടെ അകത്ത് ആ ആത്മാവിൽ അവരുടെ അകത്ത മനുഷ്യൻ സ്ട്രോങ് ആയിരിക്കണം. അകത്ത മനുഷ്യന് കൊടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വചനത്താലും പരിശുദ്ധാത്മാവ് ശക്തിയാലും തന്നെ അകത്ത മനുഷ്യൻ. അപ്പൊ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരം കൊണ്ട് മനസ്സിന്റെ ഇച്ഛകൾക്ക് ഇഷ്ടങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് ഒന്നും നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മുടെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ഗൈഡൻസ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്താ പറയാ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ. അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ അതെവിടെ? അത് നമ്മൾ ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ച് അടക്കണം. അപ്പൊ ക്രിസ്തുവിനുള്ള അനുസരണം എന്താ പറയാ, ക്രിസ്തു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അല്ലെങ്കിൽ വചനത്തോട് ആ അനുസരണത്തിനായി നമ്മൾ പിടിച്ച് അടക്കണം. അങ്ങനെ പിടിച്ചടക്കുമ്പോഴാണ് നമ്മൾ എന്താ പറയുന്നത്, ജയജീവിതം എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതം, ഒരു ആത്മീയ ജീവിതം, ഒരു ആത്മീയനാന്ന് പറയും. നമ്മൾ പലരും നോക്കിട്ടോ അവനൊരു ജഡീകനാ, അല്ല വിശ്വാസിയെ നോക്കിയിട്ട് എത്ര പേരെ നമുക്ക് പറയും ഇവനൊരു ജഡീകനാ. മറ്റുള്ളവർ പറയും ഇയാളൊരു നല്ല ആത്മീയനാ കേട്ടോ, നല്ല ആത്മമനുഷ്യൻ കേട്ടോ എന്ന് പറയും. എന്താ പറയുന്നത്? എങ്ങനെയാ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ നമ്മൾ കാണുമ്പോൾ ഒരാളെ കുറിച്ച് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അവരുടെ പ്രവൃത്തിയാണ്. അവരുടെ പ്രവൃത്തി എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഒരിടത്ത് നിന്ന് എന്തൊക്കെ വർത്താനം പറയുന്ന പോലും അറിയത്തില്ല, ബ്ലാ 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 എന്ന് പറഞ്ഞു തുടങ്ങും. എന്താ വലിയ അഭിഷിക്തരാണ്, വലിയ ശുശ്രൂഷകരൊക്കെയാണ്, പക്ഷെ അവിടെ പോലും സംസാരിക്കാൻ പോലും ഇവിടെ എങ്ങനെ പെരുമാറുമെന്ന് പോലും അറിയത്തില്ല. കാരണം വെച്ചാൽ അവർക്ക് ആത്മാവിന്റെ കൺട്രോളിൽ അല്ല അവർ നടക്കുന്നത്. അവർ നടക്കുന്നത് ജഡത്തിന്റെ അല്ലെങ്കിൽ അവർ മനസ്സ് പറയുന്നിടത്തേക്ക് അവർ പോകുന്നത്. നമുക്ക് ഒരുപാട് പേരെ നമുക്ക് പേഴ്സണലി അടുത്തറിയാവുന്നവരുണ്ട്. അവരൊക്കെ എന്താ പറയുന്നത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ പെട്ടുപോകാറുണ്ട്. ചില ആൾക്കാരുടെ അടുത്ത് കുറച്ച് ഞാൻ പലപ്പോഴും നമ്മൾ കുറച്ച് അടുത്ത് കഴിയുമ്പോൾ ഞാൻ പറയും ഇച്ചിരി ദൂരെ നിന്ന് കണ്ടാൽ മതി, കൂടുതൽ അടുക്കണ്ടായിരുന്നു. കാരണം എന്താ പറയുക, അടുത്ത് കഴിയുമ്പോൾ ഇവരൊക്കെ വായിന്ന് വരുന്ന വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ ഇവരൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഇത്രയും നാൾ വിഗ്രഹം പോലെ ഇങ്ങനെ കണ്ടിരുന്ന വ്യക്തികളൊക്കെ താഴോട്ട് വിടാൻ കുടയുന്ന പോലെ തോന്നും. കാരണം ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവർ പുറമേ ഉള്ളതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, അവര് ആ ജഡത്തിനെ എങ്ങനെയൊക്കെ മെരുക്കി അടക്കി പിടിച്ച് നിൽക്കുകയാണ്. പക്ഷേ അവരെന്ത് അകത്ത മനുഷ്യ ശക്തനാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതെന്താ വെച്ചാൽ ഈ ഒരു മുഖം മൂടി ഇച്ചിരി ആകുമ്പോൾ പൊട്ടും. കാരണം അതേസമയം അവർ തിരിച്ചായിരുന്നെങ്കിൽ ആത്മാവിനാൽ ബലപ്പെട്ടിട്ട് പുറത്തെ മനുഷ്യൻ അതനുസരിച്ച് നടക്കുകയായിരുന്നെങ്കിൽ ഇവര് എവിടെയായാലും ഇത് കൺട്രോൾ പോയി പൊട്ടിപ്പോകത്തില്ല. മറ്റേ അഭിനയെ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നല്ലതായിട്ടൊക്കെ നിൽക്കും, പക്ഷേ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഞങ്ങള് ദുബായിലെ പാസ്റ്ററുണ്ട് പുള്ളിക്കാരൻ, ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ കൂടെ അവർ കാറിൽ അവരുടെ വണ്ടിയിൽ ആൾക്കാരെ അങ്ങോട്ടും ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവിടാനായിട്ടൊക്കെ പോകുന്നത്. പറയാ ഇവിടെ നിൽക്കുമ്പോൾ അന്യഭാഷ പറയാം, അതിക്കാരം അന്യഭാഷ പറയുന്നത് പറഞ്ഞു. കാരണം വെച്ചാൽ പിള്ളേരോടൊക്കെ സംസാരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ പുള്ളി ഒരു മുഖം മൂടിയൊക്കെ ഇട്ട് അവൻ അത്രയും സമയം ഇതിനെ അടക്കി പിടിച്ചേക്കുക, ജഡത്തിന് നമ്മുടെ ശരീരത്തേക്ക് അനുസരിപ്പിച്ച് പിടിച്ചേക്കാം. പക്ഷെ ഇതങ്ങോട്ട് ഇത്തിരി ആകുമ്പോൾ ഇതിന്റെ കൺട്രോൾ പോകും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആകുന്നുണ്ട്? പക്ഷെ ഇതല്ല നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് നേരെ തിരിയണം. എന്താ പറയാ, നമ്മുടെ ജഡത്തിന് നമ്മൾ ലീസ്റ്റ് ബോധഡാക്കുക. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധറാകണ്ട. നമ്മൾ അപ്പൊ എന്താ പറയാ, നമ്മുടെ അകത്ത മനുഷ്യനിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അകത്ത മനുഷ്യൻ ശക്തനായി വരും തോറും നമ്മുടെ ഈ പുറമേ ഉള്ള മനുഷ്യൻ അതിനനുസരിച്ച് അങ്ങ് പൊയ്ക്കോളും. നമ്മൾ ഈ പുറമേ ഉള്ള മനുഷ്യനെ കൂടുതൽ ശ്രദ്ധിച്ച് കൂടുതൽ അതിനെ നോക്കിയിട്ട് അയ്യോ ഞാൻ അങ്ങനെ മിണ്ടാൻ പാടില്ല, ഇങ്ങനെ മിണ്ടാൻ പാടില്ല, ഞാൻ അങ്ങനെ നോക്കാൻ പാടില്ല, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നാണെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് നമുക്ക് അതിനെ പിടിച്ചു വെക്കാൻ പറ്റില്ല. കാരണം അകത്തെ മനുഷ്യൻ ഞാൻ പറഞ്ഞ പട്ടിക്കുട്ടിയുടെ കണക്ക് ആകെപ്പാട് ആഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണം കിട്ടി കിടക്കുക, പട്ടിണി കിടക്കുക നടക്കുക, അതിന് ഒരു ശക്തി ഉണ്ടാകത്തില്ല. അത് ശക്തി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ
മനസ്സ് ഹാലേലിയ ഒന്നുകിൽ ആത്മാവിന് ആമേ കൂടെ നിൽക്കണം, രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം. അപ്പം എന്താ പറയാ, ജഡത്തിന്റെ പ്രവൃത്തിയല്ല ആത്മാവിന്റെ പ്രവൃത്തികൾ. ഇല്ലെങ്കിൽ മനസ്സിന് ആത്മാവിന് കീഴടങ്ങിയിരിക്കണം. ഈ രണ്ടിലൂടാണെങ്കിലും നമ്മുടെ ആത്മ മനുഷ്യൻ ശക്തനായിരിക്കും, അകത്ത് മനുഷ്യൻ ശക്തനായിരിക്കും. പക്ഷേ ഇതിന് പകരം നമ്മൾ മനസ്സെപ്പോഴും ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ശരീരത്തിന്റെ ഇച്ഛകളോട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പറയുന്ന അനുസരിച്ച് പോകുന്നെങ്കിൽ നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തനല്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ പലയിടത്തും പോയി വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന കണക്ക് ഓരോ ദിവസം നമ്മുടെ പൗലോസിന്റെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയല്ലേ, അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അകത്തമായ ശക്തിയോടെ ബലപ്പെടുമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ ശക്തിയോടെ എങ്ങനെ ബലപ്പെടും, നമുക്ക് എങ്ങനെ അതിനെ ശക്തനാക്കി നിർത്താൻ പറ്റും. അങ്ങനെ ശക്തനാക്കി നമുക്ക് നിർത്താൻ പറ്റുമെങ്കിൽ നമ്മൾ ഒരിടത്ത് പോലും പരാജയത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം, ഞാൻ പറയാം മറ്റൊരു ക്രിസ്തീയ ജീവിതം ഒരിടത്ത് പോലും പരാജയമാകത്തില്ല. നമ്മൾ വീണും എഴുന്നേറ്റും പോകുന്നവരായിരിക്കത്തില്ല. ശക്തമായിട്ട് ഒരു കരുത്തോടു കൂടി മുൻപോട്ട് പോകാൻ തന്നെ നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. അപ്പം ഈ ദിവസങ്ങളിൽ ഈ ഉപവാസത്തോട് ഇന്ന് 11-ാം ദിവസം നമ്മുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും 11-ാം ദിവസം ദൈവം മറ്റൊരു ദൈവദാസന് വേണ്ടി നിയമിച്ച സമയമാണ്. അത് മാറ്റി ഇതിലേക്ക് കൊണ്ടുവന്നിരുത്തെങ്കിൽ ഞാൻ പറയാം, ഈ ദിവസങ്ങൾ ശക്തിയോടെ ശക്തിയോടെ ബലപ്പെടണം. എന്താ പറയണ്ടേ, മനസ്സ് പറയുന്നിടത്തല്ല കാര്യങ്ങൾ കൊണ്ടുപോകണ്ടേ, ആത്മാവ് പറയുന്നത് കേട്ട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ബുദ്ധിപരമായിട്ടോ നമ്മുടെ ജഡത്തില് നമ്മൾ പറയത്തെ പെട്ടെന്ന് ഫീലിങ്സ് ഇതെവിടെ വരുന്നത്, നമ്മുടെ ഹൃദയത്തിലെ വരുന്നല്ലേ. എനിക്ക് പെട്ടെന്ന് ജയിക്കാൻ പറ്റാത്ത കാര്യം ഇപ്പോഴും എനിക്ക് ഫീലിങ്സ് ഉള്ള ആളുണ്ട്. കാരണം എന്നെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് ഞാൻ സങ്കടം വരും, ഞാൻ കരയും, ഇതൊക്കെ ചെയ്യും. പക്ഷെ ഇത് എന്തിന്റെ സ്വഭാവം അറിയാം, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് മനസ്സ് അവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിച്ച ഞാൻ പലപ്പോഴും എനിക്ക് വീട്ടിൽ ആരെങ്കിലും നിന്ന് പറയുകയൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ പക്ഷെ ദൈവം എന്നോട് ചോദിക്കുന്നത്, നീ എന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നീ എന്തിനാ അമ്മ എങ്ങനെ ചെയ്ത് ഇതിങ്ങനെ ചെയ്തില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാ. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് കയറുക. കാരണം നമ്മളുടെ ഈ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും ഇതാരാന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെ മനുഷ്യനെയാണ് ദൈവം സ്ട്രോങ് ആക്കുന്നത്. ഇത് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ അതിനകത്ത് ഇപ്പം രോഗം വന്നു, എന്താ പറയാ, രോഗം വന്നപ്പോ അതിനെക്കുറിച്ച് ഞാൻ ഒട്ടും ബോധമിടായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് എന്റെ അകത്തെ മനുഷ്യൻ എന്താ പറയാ, ദൈവത്തെ അറിയാതെ, ദൈവം അറിയാണ്ട് പരിശുദ്ധ ദൈവത്തെ നമ്മുടെ കർത്താവ് അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല എന്ന് ദൈവം ഉള്ളിൽ എനിക്ക് അകത്തെ മനുഷ്യൻ എനിക്ക് ബോധ്യം തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ബാങ്ക് ബാലൻസ് 0 ആയാലും നമ്മുടെ കയ്യിൽ പേഴ്സിൽ 10 പൈസ ഇല്ലെങ്കിലും നമ്മൾ എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ ബോധേടാകത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണ്. പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഈ ഇപ്പോഴൊക്കെയാണ് ഇച്ചിരിയെങ്കിലും ഒരു ഇതായിട്ടൊക്കെ അത്ര ചിരിച്ചു എന്നെ കാണുന്ന മിനിസിസ്റ്റർ മൊത്തം എപ്പോഴും അങ്ങനത്തെ സന്തോഷമാണെന്ന് ചോദിച്ചിട്ടുള്ളൂ ഒത്തിരി പേര്. അന്നേരം ഞാൻ ചിരിക്കുമ്പോ ഞാൻ അവരോടൊക്കെ ചിരിച്ചു പറയുമ്പോൾ ഞാൻ അന്നേരം എന്റെ പേഴ്സിലങ്ങ് 10 ദിർഹംസ് തികച്ചുണ്ടാകത്തില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ പറയാ, എന്റെ അകത്തെ മനുഷ്യൻ ശക്തനാണ്. ആ സമയത്ത് ഭയങ്കര സ്ട്രോങ് എന്ന് വെച്ചാൽ ഇപ്പം ഈ ആകാശമൊക്കെ ഇടിഞ്ഞ് താഴോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ കുലുങ്ങാതെ വന്നിരിക്കാം. എന്നാലും എന്റെ തലയിൽ വീഴത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം കർത്താവിന്റെ നമ്മളോട് തന്നിട്ട് പ്രോമിസുകൾ നമ്മളത് പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഇതിനെ പോലെ നമ്മൾ ഉറപ്പിക്കണം. നമ്മുടെ അകത്തെ മനുഷ്യനെ ഓരോ സമയത്ത് നമ്മുടെ ജഡം പറയുന്നത്, നമ്മുടെ മനസ്സ് ശരീരത്തിന് ഇച്ഛയ്ക്കോ നമ്മുടെ മനസ്സിന്റെ ഇഷ്ടത്തിനോ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ പിടിക്കുന്നത് അവിടെയാണ് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ അല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിന് ദൈവം രൂപാന്തരപ്പെടുത്തിക്കോളും. ഓരോ ദിവസം കഴിയും തോറും നമുക്ക് രൂപാന്തരപ്പെട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നന്മയും ഉന്നത ദൈവത്തിന്റെ പ്രസാദവും ഇന്നത് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നമുക്ക് അടുത്തു വരാം. ഈ ദിവസങ്ങളിൽ ഓരോരുത്തരും ശക്തിയോടെ അകത്ത മനുഷ്യൻ ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ഞാൻ പറയാം, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തനാകട്ടെ. പുറമേ ഉള്ള മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. അകത്തുള്ള മനുഷ്യൻ ശക്തനായി കഴിഞ്ഞാൽ ഞാൻ പറയാം, നിങ്ങളുടെ മുമ്പിൽ ഒരു പൈശാചിക ശക്തികളും നിൽക്കത്തില്ല. ഒരു ദുരാത്മകൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കത്തില്ല. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ കാല് ചവിട്ടുമ്പോൾ എന്താ പറ്റുമെന്നറിയാം, അവിടുത്തെ അന്ധകാര മണ്ഡലങ്ങൾ ഓടിപ്പോക്കോളും. നമ്മൾ കാണാറുണ്ട് മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ് ചെയ്യുന്ന പല ദൈവദാസന്മാരെ കാണാറുണ്ട്. ഈ മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ് ചെയ്യുന്ന ദൈവദാസന്മാരോട് ചോദിച്ചാൽ അടുത്ത് പോയെന്ന് ചോദിച്ച് നമ്മൾ കുറച്ച് അടുത്ത് അവരോട് പെരുമാറി സംസാരിച്ച് അവർ പറഞ്ഞിരുന്നത് എന്താണ്, അവരൊക്കെ എങ്ങനെയാ ജയിക്കുന്നതെന്ന് വെച്ചാൽ അവർ പുറമേ ഉള്ള മനുഷ്യനെ കുറിച്ച് ഇപ്പൊ ഈ ഒരുപാട് നല്ല ശുശ്രൂഷനെ കുറിച്ച് ഒരുപാട് ഗോസിപ്പ് വരാറുണ്ട്.
ആ ഗോസിപ്പ് വരുമ്പോൾ ദേ ആർ ലീസ്റ്റ് ബോധേഡ് എന്ന് പറയുന്നത് അതിനെ അവർ ഇഗ്നോർ ചെയ്ത് കളയും. കാരണം വെച്ചാൽ ഇതെവിടെയാ എഫക്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ രാജ സിസ്റ്ററെ കുറിച്ച് ഞാൻ നാളെ ബോബി സിസ്റ്ററെ കുറിച്ച് കുറെ കൊതിയെന്നാണ് പറഞ്ഞു തരുന്നോട്ടെ. ഇത് കേട്ട് രാജ സിസ്റ്റർ കേട്ട് കഴിയുമ്പോൾ രാജ സിസ്റ്റർക്ക് ഇത് എവിടെയാ ഫീൽ ചെയ്യുന്നത്? എവിടെ ഫീൽ ചെയ്യുന്നത്? നമ്മുടെ മനസ്സ് ഹൃദയത്തെ എനിക്ക് 4 സിസ്റ്റർ പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം അങ്ങ് മുറിഞ്ഞു പോയി, അല്ലെങ്കിൽ ഹൃദയം അങ്ങ് ഉരുകിപ്പോയി, അല്ലെ ഹൃദയം അങ്ങ് കലങ്ങിപ്പോയി എന്നൊക്കെ പറയും. എന്താ പറയുന്നത്? ഇത് എവിടെയാ ഇത് നമ്മളുടെ ഹാലേലിയ മനസ്സിന് അല്ലെ ഹൃദയത്തിൽ ഇറക്കിയിട്ട് ഇത് ഫീലിങ്സ് ആണ്. ഈ ഫീലിങ്സ് എന്തിന്റെ സ്വഭാവം? ജഡത്തിന്റെ സ്വഭാവമാണ്. ഇതിനെ നമ്മൾ ഹാലേലിയ ഇതിനെ പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് അത് പറയുമ്പോ സ്തോത്ര ഹല്ലേലൂയ, അത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാൻ കഴിയും. അങ്ങനെ എന്താ പറയുക, ഗോസിപ്പ്, ഒരുപാട് ഗോസിപ്പുകൾ പറയുന്ന കണക്ക് കായ്ക്കുന്ന മാവിലേക്ക് ഏറി വരും എന്ന് പറഞ്ഞ കണക്ക് ഒരുപാട് നമ്മൾ ശുശ്രൂഷ. ഇന്ന് ഞാനത് പറഞ്ഞു ഹാലേലിയ, ഞാൻ എവിടെ നിന്നൊക്കെ ഞാൻ പുറത്തു പോന്നിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ ഞാൻ പയ്യെ പിന്മാറി പോരാ, അവിടെയെല്ലാം അത്യന്ത ദൈവശക്തി ഇറങ്ങി, ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോഴത്തേന് നമുക്ക് എതിരെ ഭയങ്കര ഗോസിപ്പുകളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കിയാൽ എന്തെങ്കിലും, അപ്പൊ നമ്മൾ പയ്യെ അതങ്ങ് മാറി പോരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജഡം മരിക്കാത്തതുകൊണ്ട് നമുക്കിത് കേട്ട ഫീൽ ചെയ്ത്, നമുക്കിത് കേട്ടപ്പോൾ സങ്കടമായി, നമ്മൾ പയ്യെ പുറകോട്ട് പോയി. ഇതാണ് ഹാലേലിയ നമ്മൾ ക്രൂസിഫൈ ചെയ്യേണ്ടത്. ഇതിനെയാണ് കർത്താവ് യേശുക്രിസ്തുവിനോട് ക്രൂശിച്ചിരിക്കുക. ഇത് ക്രൂശിച്ചിരിക്കുന്നത് നമുക്ക് പറയുകയും ചെയ്യും. പക്ഷെ നമ്മൾ ക്രൂസിഫൈ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഹാലേലിയ ഇത് ഒരിക്കലും ആത്മീയ ജീവിതത്തെ നമുക്ക് പൊങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ലെവലെത്തും, താഴേക്ക് ഇറങ്ങും, പിന്നെ ചവിട്ടി അവിടെ എത്തും, താഴേക്ക് ഇറങ്ങും. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഇത് എൻ്റെയും കൂടെ പേഴ്സണൽ ലൈഫാണ്. ഞാൻ ഈ ദിവസങ്ങൾ ദൈവം എന്നോട് സംസാരിച്ചാണ്. അതുകൊണ്ട് ഇന്ന് തുടങ്ങിയിട്ട് ഞാൻ പറയും, നിങ്ങളോട് ഓരോരുത്തരും ഞാൻ പറയാം, നിങ്ങൾ ഹാലേലിയ ആത്മാവിനെ മാത്രം അനുസരിക്കുക. നിങ്ങളുടെ ജഡത്തിന്റെ മനസ്സിന്റെ നിങ്ങൾ കേൾക്കരുത്. നിങ്ങളുടെ ജഡത്തിനെ കുറിച്ച് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യരുത്. നമ്മുടെ ആത്മാവ് എന്ത് പറയുന്നു അതനുസരിച്ച് മുമ്പോട്ട് പോവുക. ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു. Thank you, Minister. And great